ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓൺടർപ്രണോറിയൽ ഗ്രോത്ത് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഓൺടർപ്രണർഷിപ്പിനെ സ്വാധീനിക്കുന്ന, നിർണ്ണയിക്കുന്ന, പ്രൊമോട്ട് ചെയ്യുന്ന കുറേയധികം ഘടകങ്ങൾ അല്ലേ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെ ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ 5 ഡിവൈഡ് ചെയ്യാം. ക്ലിയർ? Means psychological factors, cultural factors, social factors, economic factors and personality factors. ക്ലിയർ? ഇങ്ങനെ 5 ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇപ്പോൾ ഈ 5ലും ക്ലിയർ, ഈ ഓരോന്നിലും നമുക്ക് കുറേയധികം ഘടകങ്ങൾ കാണാൻ പറ്റും. ആ ഘടകങ്ങളെല്ലാം കൂടെ ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസിൻ്റെ ഫലമായിട്ടായിരിക്കും ഒരു പക്ഷേ ഒരു ബിസിനസ് സംരംഭകത്വം അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണറൊക്കെ എമേർജ് ചെയ്ത് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ്? അപ്പോൾ ആദ്യം നമുക്കതിൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. സോ ഓൺടർപ്രണർഷിപ്പ് ബേസിക്കലി എന്ത് തന്നെയാണ്? സൈക്കോളജിക്കൽ മാറ്ററാണ് അല്ലേ? ഒരു വ്യക്തി അവരുടെ നീഡ്സ്, ഡ്രൈവ്സ്, ക്ലിയർ, നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, ഡിസയേഴ്സ്, ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് അല്ലേ ബിസിനസ്സുകാരനായിട്ട് മാറുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സൈക്കോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമ്പർ 1, നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം അല്ലേ, അതിന് NACH എന്ന് പറയുന്നത്, നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. ക്ലിയർ? അതൊക്കെ നിങ്ങൾ നേരത്തെ മോട്ടിവേഷൻ തിയറിയിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ബിസിനസ് മാനേജ് പഠിക്കുമ്പോൾ അല്ലേ, മെക്കലൻ്റെ മോട്ടിവേഷൻ തിയറിയൊക്കെ പഠിക്കുമ്പോൾ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, നീഡ് ഫോർ അഫിലിയേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. എനിവേ, നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് ഹൈ ഡിഗ്രി ഉള്ള ആളുകൾക്ക് ഓൺടർപ്രണർഷിപ്പ് ആവാൻ പറ്റും, അല്ലെങ്കിൽ ഓൺടർപ്രണറായിട്ട് മാറാൻ പറ്റും. കാരണം എന്താ? അച്ചീവ്മെൻറ്റിനുള്ളൊരു നീഡില്ല എങ്കിൽ നമ്മളൊന്നും ശ്രമിക്കില്ല അല്ലേ? അങ്ങനൊരു ശ്രമം ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല, സംരംഭമില്ല, പ്രോഡക്റ്റ് ഇല്ല, സർവീസ് ഇല്ല, മാർക്കറ്റിംഗ് ഇല്ല, ഒന്നുമില്ല. ക്ലിയർ? അപ്പോൾ ഹൈ ഡിഗ്രി ഓഫ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, എന്തെങ്കിലും നമുക്ക് ആയിത്തീരണം എന്നുള്ളൊരു അച്ചീവ്മെൻറ്റ് നീഡുള്ള ആളുകൾക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യും? നമുക്കൊരു നീഡ് ഉണ്ടെന്ന്, അച്ചീവ്മെൻറ്റിനൊരു നീഡ് ഉണ്ടെന്ന് വിചാരിക്കും അല്ലേ? നമുക്കൊരു ഫസ്റ്റ് ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സാവണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനനുസരിച്ച് നമുക്ക് എപ്പോഴും നമുക്ക് അങ്ങനെ ഗോൾ ഉണ്ടെങ്കിൽ, നീഡ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പഠനം, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ പഠിത്തത്തിൻ്റെ കാര്യം ഒക്കെ നമ്മൾ അതിലേക്ക് ഓറിയൻ്റ് ആവും, ഓട്ടോമാറ്റിക്കലി ആവും അല്ലേ? അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ വാങ്ങിക്കണം എന്ന് വിചാരിക്കുക, ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു ഫോൺ വാങ്ങിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതൊരു നീഡായിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഒരു അച്ചീവ്മെൻറ്റിനുള്ള നീഡായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ആ റിസോഴ്സസിനെ സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും, നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിലാണ് ബിസിനസ്. ക്ലിയർ? ദെർഫോർ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് ഈസ് വൺ ഓഫ് ദി സൈക്കോളജിക്കൽ ഫാക്ടർ. നെക്സ്റ്റ് വൺ ഈസ് പേഴ്സണൽ മോട്ടീവ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻ അല്ലേ? വ്യക്തികളുടെ പേഴ്സണൽ മോട്ടീവ്സ് എന്താണ്, അവരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അല്ലേ? സോ റൈറ്റ് ഫ്രം ദ ചൈൽഡ്ഹുഡ്, ബിൽ ഗേറ്റ് ഹാഡ് എ സ്ട്രോങ് മോട്ടീവ് ടു സ്റ്റാർട്ട് എ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് ബിക്കം എ റിച്ച്. ക്ലിയർ? പണക്കാരനാവണം, ധനികനാവണം എന്നൊക്കെ ഒരാഗ്രഹമുള്ള ചൈൽഡ്ഹുഡ് ഉള്ള സമയത്ത് ബിൽ ഗേറ്റ്സിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് അത് മെറ്റീരിയലൈസ് ചെയ്തിട്ടാണ് അദ്ദേഹം അല്ലേ ഇന്നിപ്പോൾ വലിയ അല്ലേ ധനികനായിട്ട്, അല്ലെങ്കിൽ കോടിക്കണക്കിന് ഡോളറിൻ്റെ ആസ്തിയുള്ള വ്യക്തിയായിട്ട് മാറിയിരിക്കണം. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ മോട്ടീവ്, ക്ലിയർ, എക്സ്പെക്റ്റേഷൻ, ഇതൊക്കെ നമ്മളെ പിന്നീടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ അത് ഒരു സൈക്കോളജിക്കൽ ഫാക്ടറായിട്ട് പറയാം. റെക്കഗ്നിഷൻ. ക്ലിയർ? എന്താ റെക്കഗ്നിഷൻ അല്ലേ? കൂടുതൽ ആൾക്കാർക്കും മോട്ടിവേറ്റഡ് ബൈ റെക്കഗ്നിഷനാണ് അല്ലേ? നമ്മൾ ഒരാളെ റെക്കഗ്നൈസ് ചെയ്യുന്നു തോന്നുമ്പോൾ അവർക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. അത് പിന്നീട് റീഇൻഫോഴ്സ്ഡ് ആയിട്ട് എന്ത് ചെയ്യും? കുറേയധികം വർക്കുകളെ അവരെ പ്രോത്സാഹിപ്പിക്കും, അല്ലെങ്കിൽ കുറേയധികം വർക്ക് ചെയ്യുന്നതിന് അവരെ കേപ്പബിളാക്കി മാറ്റും അല്ലേ? നിങ്ങളൊരു വർക്ക് ചെയ്തു അല്ലേ? ഇപ്പോൾ ടീച്ചേഴ്സോ പാരൻസോ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്ത് വിചാരിക്കുക, റെക്കഗ്നൈസ് ചെയ്തു, നല്ല വർക്ക് കേട്ടോ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? നമുക്ക് വീണ്ടും അങ്ങനെ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും, അത് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. അതിന് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം, കുറച്ചുകൂടെ നമ്മൾ ചെയ്യണം അല്ലേ? നമ്മൾ പരീക്ഷയ്ക്ക് നല്ല മാർക്കൊക്കെ വാങ്ങിച്ചു അല്ലേ, കുഴപ്പമില്ല, നല്ല മാർക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എന്താവും? കൂടുതൽ പഠിക്കാനുള്ളൊരു ആഗ്രഹമാണ്. അതുപോലെ ക്ലിയർ? സോ റെക്കഗ്നീഷൻ പ്ലേസ് an important, ഇതും ഒരു സൈക്കോളജിക്കൽ ഫാക്ടറാണ്. ക്ലിയർ? നീഡ് ഫോർ റെക്കഗ്നീഷൻ നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ റെക്കഗ്നീഷൻ കിട്ടുന്ന സമയത്ത് അതിലേക്ക് വരും. അപ്പോൾ ബിസിനസ് ആവാനുള്ള അല്ലേ, ഒരാൾ റെക്കഗ്നീഷൻ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ബിസിനസ്സുകാരനായിട്ട് മാറും. നമ്മുടെ സെൽഫ് എസ്റ്റീമിലേക്കാണ് അത് വരിക. അതുകൊണ്ട്
നീഡ് ഫോർ അതോറിറ്റി, ക്ലിയർ, അതോറിറ്റി മോട്ടിവേഷൻ ഉണ്ടാവാൻ ചില ആളുകൾക്ക്, ക്ലിയർ. സോ നീഡ് ഫോർ അതോറിറ്റി വിൽ ഇൻസ്പയർ men to work, clear. So those who want authority like to become an entrepreneur, clear. അതോറിറ്റി കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലത് എന്താ, മറ്റുള്ള ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ പറയുന്നതൊക്കെ കേൾക്കേണ്ടത്. നമുക്ക് നമ്മുടെ അതോറിറ്റി അവിടെ പറ്റുമോ, പറ്റില്ല, ക്ലിയർ. ഒരു എംപ്ലോയി ആയി മാറുമ്പോൾ, വർക്കറായി മാറുമ്പോൾ സുപ്പീരിയർ പറയുന്നതൊക്കെ കേൾക്കേണ്ടതായിട്ട് വരും. പക്ഷെ അതോറിറ്റി മോട്ടീവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരനാവാനായിരിക്കും അവർ ശ്രമിക്കുക. എന്താ കാരണം, അയാൾക്ക് ഇങ്ങനെ ഒരു മോട്ടീവ് ഉണ്ട് അല്ലേ, മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് അധികാരം പ്രയോഗിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, അതിനൊരു ബിസിനസ്സുകാരനായിരിക്കണം, അയാൾ തന്നെയാണ് ഓണർ അല്ലേ, അയാൾ തന്നെയാണ് എല്ലാം. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹി ക്യാൻ എക്സേർട്ട് ഹിസ് അതോറിറ്റി, ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ സൈക്കോളജിക്കൽ ഫാക്ടറായിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ ഈസ് കൾച്ചറൽ ഫാക്ടർ. ഓക്കെ, എന്തൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്ന കൾച്ചറൽ ഫാക്ടർ? ഓക്കെ, കൾച്ചർ എന്ന് പറയാൻ നമുക്കറിയാം അല്ലേ, അതും ഒരു ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. ഹ്യൂമൻ ലൈഫ്, ഹ്യൂമൻ ബിഹേവിയർ, സോഷ്യൽ ലൈഫ്, ആറ്റിറ്റ്യൂഡ് അല്ലേ, നമ്മുടെ ക്യാരക്ടർ, ഇതിലൊക്കെ സ്വാധീനം ചെലുത്തുന്നതാണ് നമ്മുടെ കൾച്ചറൽ ഫാക്ടേഴ്സ് തന്നെ, ക്ലിയർ. സോ കൾച്ചർ ഹാസ് ഇൻഫ്ലുവൻസ് ഓവർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്. ഓക്കെ, അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങളാണ് വരുന്നത്, ക്ലിയർ. കൾച്ചർ കൺസിസ്റ്റ് ഓഫ് നമ്പർ 1 നോളേജ്, ക്ലിയർ. എന്തൊക്കെയാണ് അതിൽ വരിക എന്നാണ് പറയാം കേട്ടോ. ദാറ്റ് ഈസ് ടാൻജിബിൾ മാൻ മെയ്ഡ് ഒബ്ജക്ട്സ് ലൈക്ക് furniture, building, then intangible concepts like laws, morals, knowledge, etc. Then number 3 values and behavior acceptable within the society. ഇതെല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് കൾച്ചർ ആവാം. ഓക്കെ, സോ കൾച്ചറൽ ഫാക്ടേഴ്സ്. നമ്പർ 1 കൾച്ചർ ഇറ്റ്സെൽഫ് അല്ലേ, നമ്മുടെ കൾച്ചർ തന്നെ നമ്മളെ സ്വാധീനിക്കുന്നു, ബിസിനസ്സിനെ സ്വാധീനിക്കും അല്ലേ. ഒരു ബിസിനസ്സുകാരനാവണോ വേണ്ടയോ എന്നൊക്കെ നിശ്ചയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകമാണ്, ക്ലിയർ. സോ കൾച്ചർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഗോൾസ് സെറ്റ് ബൈ men, clear. Culture is closely related with the accepted values and human behavior. So societies have a customs of polygamy and some have not, clear. And it is believed that because of the Hindu culture, capitalism has not developed in India, clear. അപ്പോൾ നമുക്കറിയാൻ പറ്റും, അത് കൾച്ചറൽ സ്പെസിഫിക് ആണ്. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ക്യാപിറ്റലിസം വളരെയധികം പോപ്പുലറൈസ് ആയി, പക്ഷേ ഇന്ത്യയിൽ ക്യാപിറ്റലിസത്തിന് അത്രയും വേര് വരുന്നില്ല. കാരണം എന്താ, നമ്മുടെ കൾച്ചറിൻ്റെ ഡിഫറൻസ് ആണ്. ഈസ്റ്റേൺ കൺട്രീസിൽ പ്രത്യേകിച്ച് അത് വരാത്തതിനൊരു കാരണം എന്ന് പറയുന്നത് അവരുടെ കൾച്ചറാണ്. അപ്പോൾ ഇങ്ങനെ കൾച്ചറിന് നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കാനുള്ള ഘടകമുണ്ട് അല്ലേ, ഒരു കഴിവുണ്ട്, അത് ബിസിനസ്സിനെയും സ്വാധീനിക്കും. അപ്പോൾ കൾച്ചറലി പെർമിസിബിൾ ആണെങ്കിൽ അല്ലേ, നമ്മൾ എന്ത് ചെയ്യും, അത്തരത്തിലുള്ള മേഖലയിലേക്ക് വരും. ഓക്കെ, റിലീജിയസ് ബിലീഫ് വേറൊരു ഘടകമാണ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അല്ലേ എൻ്റർപ്രണർഷിപ്പ്. എന്താണത്, ഇപ്പോൾ ചില റിലീജിയസ് ബിലീഫ് അനുസരിച്ചിട്ട് ബിസിനസ് ചെയ്യാൻ പാടില്ല, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ബിസിനസ്സിലേക്ക് വരില്ല. ചില റിലീജിയസ് ബിലീഫ് അനുസരിച്ച് ബിസിനസ് ചെയ്യാം, അപ്പോൾ അങ്ങനെയുള്ള റിലീജിയനുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ബിസിനസ്സിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്, ക്ലിയർ. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഇമ്പാക്ട് ഓഫ് റിലീജിയൻ ഷേപ്സ് ദി എൻ്റർപ്രണറിയൽ കൾച്ചർ. ഹി എംഫസൈസ്ഡ് ദാറ്റ് ദി entrepreneurial energies are exogenous, supplied by means of religious belief അല്ലേ. ഇപ്പോൾ ജൂയിഷ് കമ്മ്യൂണിറ്റി ഒക്കെ അവർക്ക് ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പീപ്പിളാണ്, ക്ലിയർ. അവരുടെ മതവിശ്വാസം അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരുന്നു, ക്ലിയർ. പാർസി റിലീജിയൻ അല്ലേ, ഇന്ത്യയിൽ പാർസി അവരും ബിസിനസ് പീപ്പിളായിട്ടാണ് അറിയപ്പെടുന്നത്, ക്ലിയർ. ഇങ്ങനെ ചില റിലീജിയസ് ബിലീഫിലുള്ള ആൾക്കാർക്ക് പെർമിസിബിളാണ് അല്ലേ. അതുപോലെ തന്നെ ഇസ്ലാം നമുക്ക് നോക്കുകയാണെങ്കിൽ ചില തരത്തിലുള്ള ബിസിനസ്സുകൾ അവിടെ പറ്റില്ല, ടാബുണ്ട്, ക്ലിയർ. നിങ്ങളെ ബിസിനസ്സിൽ ഏർപ്പെടുന്നതിന് വിലക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബിസിനസ്സിൽ അങ്ങനെയുള്ള ആൾക്കാർ വരില്ല. അപ്പോൾ അത് റിലീജിയസ് ബിലീഫിനനുസരിച്ച് ഇരിക്കണം. മൈനോറിറ്റി ഗ്രൂപ്പിംഗ്, അതുപോലെ തന്നെ മൈനോറിറ്റി ഗ്രൂപ്പിംഗ്, ക്ലിയർ. നമുക്കറിയാൻ പറ്റും, പണ്ട് കാലം മുതൽ തന്നെ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഈ ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ഒരു എമർജൻസി നമുക്ക് കാണാൻ പറ്റും, ക്ലിയർ. സോഷ്യോ എക്കണോമിക് ക്ലാസ്സസ്, മൈനോറിറ്റി ആയിട്ടുള്ള സോഷ്യോ എക്കണോമിക് ക്ലാസ്സസ് നിന്ന് എമർജ് ചെയ്തിട്ട് മിക്കവാറും ആൾക്കാരും വരുന്നു അല്ലേ. ഇപ്പോൾ ജൂയിഷ് കമ്മ്യൂണിറ്റി വളരെ കുറവാണ്, അവരെന്ത് ചെയ്യുന്നു, ദ എമർജ്ഡ് ആസ് ബിസിനസ് കമ്മ്യൂണിറ്റീസ് ഇൻ ദ വേൾഡ്, ക്ലിയർ. അതുപോലെ തന്നെയാണ് മറ്റുള്ള കമ്മ്യൂണിറ്റി, ലബനീസ് ഇൻ ആഫ്രിക്ക, ക്ലിയർ. അതിന് എക്സാമ്പിൾസ് ആയിട്ടാണ് പറയുന്നത്, ക്ലിയർ. ഗ്രൂപ്പ് ലൈക്ക് ജൂയിസ്, ക്ലിയർ. ഗ്രീക്സ് ഇൻ മീഡിയവൽ യൂറോപ്പ്, ക്ലിയർ. ലബനീസ് ഇൻ ഓഫ് വെസ്റ്റ് ആഫ്രിക്ക, ചൈനീസ് ഇൻ സൗത്ത് ആഫ്രിക്ക, ക്ലിയർ. ഇവരൊക്കെ മൈഗ്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കുറച്ച് പേരൊക്കെ. അവരൊക്കെ മൈനോറിറ്റീസ് ആയിട്ട് മാറുമ്പോൾ അവർക്ക് വേറൊരു ജോലിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ദേ സ്റ്റാർട്ടഡ് ബിസിനസ്, ദേ വിൽ സ്റ്റാർട്ട് ബിസിനസ്, ദേ വിൽ മേക്ക് വെഞ്ചേഴ്സ്, ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ അവർ
ഓക്കുപ്പേഷനും പ്രൊഫഷനൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കും. ഓക്കെ, അതാണ് വേറൊരു പ്രധാനപ്പെട്ട ഘടകം. സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം, അത് വേറൊരു കൾച്ചറൽ ഫാക്ടറായിട്ട് പറയാം. ക്ലിയർ? സോ ക്യാപിറ്റലിസം ഈസ് ദി ഗൈഡിങ് ഫാക്ടർ which guides the entrepreneur to engage in activities that can bring him more and more profit. Profit motive character coupled with the attitude towards the acquisition of money urge individuals to start a new venture. ഇപ്പോൾ ചില കൾച്ചർ എന്ത് ചെയ്യുന്നു, ക്യാപിറ്റലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. വെസ്റ്റേൺ കൾച്ചർ അല്ലേ. അപ്പോൾ ഈസ്റ്റേൺ കൾച്ചർ എന്ത് ചെയ്യുന്നു, ക്യാപിറ്റലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കുറഞ്ഞു പോകുന്നു. അപ്പോൾ ഈ രീതിയിൽ കൾച്ചറൽ ഡിഫറൻസ് കൊണ്ട് ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ഡെവലപ്മെൻറ്റിൽ വ്യത്യാസം വരാം. സോഷ്യൽ ഫാക്ടറാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഓക്കെ, സോ വാട്ട് ആർ ദി സോഷ്യൽ ഫാക്ടർ? സൊസൈറ്റിക്ക് അല്ലേ ഓണ്ടർപ്രണർഷിപ്പിന് വളരെ സ്വാധീനിക്കാൻ പറ്റുന്ന വളരെയധികം നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. ക്ലിയർ? ഇൻഫ്ലുവൻസ് ഉണ്ട്. ഓക്കെ, so Robert Owen, the father of cooperation, had a strong belief that character was not inherent in man, but it was an outcome of the impact of social system. Clear? Robert Owen, ക്ലിയർ, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സിൻ്റെ ഒക്കെ ഫാദറായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ്. ക്ലിയർ? അദ്ദേഹം ഒരിക്കൽ പറയണ്ടായി, എന്താ പറഞ്ഞത്, ക്യാരക്ടർ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ജന്മന വരുന്നതല്ല, പിന്നെന്താണ്, സോഷ്യൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായി നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൻ്റെ ഫലമായിട്ട് ഇവോൾവ് ചെയ്ത് നമ്മളിലേക്ക് എത്തിപ്പെടുന്നതാണ് എന്ത്, നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം അതുകൊണ്ട് സോ ചേഞ്ച് ദ എൻവയോൺമെൻറ്റ് ആൻഡ് റീക്രിയേറ്റ് സൊസൈറ്റി. ക്ലിയർ? നമുക്ക് എൻവയോൺമെൻറ്റിലുള്ള മാറ്റങ്ങൾ അനുസരിച്ച്, എൻവയോൺമെൻറ്റിലെ സിസ്റ്റം അനുസരിച്ച്, സോഷ്യൽ സിസ്റ്റം, സൊസൈറ്റൽ സിസ്റ്റം അനുസരിച്ച്, ക്ലിയർ, ഓണ്ടർപ്രണർഷിപ്പ് ചിലപ്പോൾ പ്രൊമോട്ട് ചെയ്യപ്പെടും, ചിലപ്പോൾ പ്രൊമോട്ട് ചെയ്യപ്പെടില്ല. ക്ലിയർ? അപ്പോൾ ചില സൊസൈറ്റി അതിന് പെർമിസിബിൾ ആകും, അപ്പോൾ അവിടെ ഓണ്ടർപ്രണർഷിപ്പ് വരും. ചില സൊസൈറ്റികൾ അത് പെർമിസിബിൾ അല്ല, അപ്പോൾ അതുകൊണ്ട് അവിടെ തടയപ്പെടുന്നു. ക്ലിയർ? അങ്ങനെ വരാനുള്ള സാഹചര്യം വരാം. സോ വാട്ട് മോൾഡ് എ മാൻ ഇൻ ടു an entrepreneur is the sociological and environmental factors during the childhood. Clear? സ്കൂൾ ആയിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ, എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. ക്ലിയർ? ഇതിന്നൊക്കെ കിട്ടുന്ന അല്ലേ ഇൻപുട്സ് വെച്ചിട്ടാണ് ഒരാൾ ബിസിനസ്സുകാരനാണോ വേണ്ടതെന്നൊക്കെ സ്വയം തീരുമാനിക്കപ്പെടുക. ക്ലിയർ? സോ സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ലെജിറ്റിമസി ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്, സോഷ്യൽ മാർജിനാലിറ്റി, family background, caste system, occupation, educational and technological qualification, clear, and social status, social responsibility, ഇതെല്ലാം ഘടകമാണ്. ക്ലിയർ? അപ്പോൾ അക്സെപ്റ്റബിലിറ്റി എന്താ, സോഷ്യൽ അക്സെപ്റ്റബിലിറ്റി. അപ്പോൾ ഏതെങ്കിലും ഒരു കൾച്ചർ അല്ലെങ്കിൽ സൊസൈറ്റി ബിസിനസ്സിനോ ഓണ്ടർപ്രണർഷിപ്പിനോ അക്സെപ്റ്റബിലിറ്റി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ആ സൊസൈറ്റിയിൽ അത് ലെജിറ്റിമേറ്റ് ആയിട്ട് അല്ലേ അവർക്കത് അംഗീകരിക്കപ്പെട്ടുള്ള തൊഴിൽ എന്ന നിലയിൽ അത് എമേർജ് ചെയ്ത് വരും. അല്ലേ? ഇപ്പോൾ മണി ലെൻഡിങ് ആക്ടിവിറ്റി ചില കമ്മ്യൂണിറ്റീസിൽ പെർമിസിബിൾ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള ആൾക്കാർ മണി ലെൻഡിങ്ങിൽ തന്നെ ഏർപ്പെടുന്നു. ക്ലിയർ? ട്രേഡേഴ്സ് ട്രേഡിങ് ആക്ടിവിറ്റിയിൽ തന്നെ ഏർപ്പെടുന്നു. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ സോഷ്യൽ അക്സെപ്റ്റബിലിറ്റി വളരെ ഘടകമാണ്. ഓക്കെ, ദെൻ സോഷ്യൽ മാർജിനാലിറ്റി, അല്ലേ, സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന ആൾക്കാർ എത്നിക്കായിട്ടോ കൾച്ചറായിട്ടോ ലിംഗ്വിസ്റ്റിക് ആയിട്ടോ ഒക്കെ റിലീജിയസ് ആയിട്ടൊക്കെ ഒറ്റപ്പെടുന്ന അല്ലെങ്കിൽ മൈനോറിറ്റി ആയിട്ട് മാറുന്ന ഗ്രൂപ്പുകൾ. ക്ലിയർ? അവരുടെ ഇടയിൽ വളരെയധികം ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ടാവും. ക്ലിയർ? മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു ഒക്കുപ്പേഷനിൽ നിന്നും വ്യത്യാസമായിട്ട് അവർക്ക് നിൽക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യും, ദേ സ്റ്റാർട്ട് ബിസിനസ്. ക്ലിയർ? മിക്കവാറും നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് പോലും അല്ലേ മിക്കവാറും ബിസിനസ്സൊക്കെ വരുന്നത് ഈ മൈനോറിറ്റി ഗ്രൂപ്പിൽ നിന്നാണ് വരുന്നത്. ക്ലിയർ? അത് പാർസീസ് ആയിക്കോട്ടെ, മറ്റുള്ള ആൾക്കാരായിക്കോട്ടെ. ഓക്കെ, അപ്പോൾ അവരെല്ലാം ബിസിനസ് പീപ്പിളായിട്ട് മാറുന്നത് മാർവാറീസ് ആയിക്കോട്ടെ, പാർസീസ് ആയിക്കോട്ടെ. ക്ലിയർ? അപ്പോൾ ഇവരെല്ലാം എന്ത് ചെയ്യുന്നു, മാർജിനാലിറ്റി ഉള്ളതുകൊണ്ട്, സോഷ്യൽ മാർജിനാലിറ്റി ഉള്ളതുകൊണ്ട് മെയിൻ സ്ട്രീം ഒക്കുപേഷണൽ അഗ്രികൾച്ചറിൽ നിന്ന് മാറി അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ട്രേഡ് ചെയ്യാൻ തുടങ്ങി. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ ബിസിനസ് പീപ്പിളായിട്ട് മാറും. അപ്പോൾ സോഷ്യൽ മാർജിനാലിറ്റി, ക്ലിയർ, അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഫാമിലി റോൾ മോഡൽസ് ആൻഡ് അസോസിയേഷൻ വിത്ത് എ സിമിലർ ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽ, അല്ലേ, ഫാമിലി റോൾ മോഡൽസ്, അല്ലേ, ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അല്ലേ, ഫാമിലി മെമ്പേഴ്സിൽ ആരെങ്കിലും നമുക്ക് ബിസിനസ് പീപ്പിളിനെ നമ്മൾ അതുപോലുള്ള ഒരു ബിസിനസ് ചെയ്യാനായിരിക്കും താല്പര്യം. അല്ലേ, ഒരു ഫാമിലിയിൽ ആരെങ്കിലും ഡോക്ടർ ആകുമ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ഡോക്ടർ പ്രൊഫഷനിലേക്ക് വരാനുള്ള ഒരു അഫിനിറ്റി ഉണ്ട്. അതുപോലെ തന്നെ റോൾ മോഡൽ, നമുക്കൊക്കെ ചിലപ്പോൾ ചില ആൾക്കാരെ റോൾ മോഡലായിട്ട് നമുക്ക് മാറാറുണ്ട്. അല്ലേ, ഇന്ന ആൾക്ക് പോലെ ആവണം, അല്ലേ, ഇന്ന വ്യക്തിയെ പോലെ ആവണം. അങ്ങനെയൊക്കെ നമുക്ക് ഒരു ഇൻഡിക്കേഷൻ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മളെ തന്നെ ബിൽഡാവുമ്പോൾ എന്താവും, നമ്മൾ അതുപോലെ നമ്മൾ ആയിത്തീരാൻ വേണ്ടി ശ്രമിക്കും. അല്ലേ, നമ്മുടെ റിലേറ്റീവ് ആരെങ്കിലും ഒരാൾ ഒരു എഞ്ചിനീയർ ആണെന്ന് വിചാരിക്കുക, അതൊരു റോൾ മോഡലായിട്ടാണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അല്ലേ, നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, യു വിൽ ട്രൈ ടു ബിക്കം ആൻ എഞ്ചിനീയർ.
ക്ലിയർ. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നമ്മൾ അതുപോലെ തന്നെ ആവാൻ ശ്രമിക്കും. ക്ലിയർ. ഒരു ബിസിനസ്സുകാരനാണ് ഇതുപോലെയെങ്കിലോ നമ്മളും ഒരു ബിസിനസ്സുകാരനായിട്ട് മാറാൻ ശ്രമിക്കും. ഇപ്പോൾ റോൾ മോഡൽസ് ഒരു പ്രധാനപ്പെട്ട ഘടകം. ക്ലിയർ. ദെൻ അസോസിയേഷൻ സിമിലർ ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽ അല്ലേ, നമ്മുടെ ഫാമിലിയോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ സർക്കിൾസിലൊക്കെ ഉള്ള റിലേറ്റഡ് പേഴ്സൺസുമായി ബന്ധപ്പെട്ട് അല്ലേ, അവരൊക്കെ ഇങ്ങനെ ഒരു ഓക്കുപ്പേഷൻ ബിസിനസ് ചെയ്യുന്നു, ഓണ്ടർപ്രണറാണ്, കമ്പനി ചെയ്യുന്നു, കമ്പനി സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ MD ആണെന്നൊക്കെ പറയുമ്പോൾ അല്ലേ നമുക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകും. ക്ലിയർ. വി ക്യാൻ സ്റ്റാർട്ട് എ കമ്പനി ആൻഡ് ബിക്കം ആൻ MD. ക്ലിയർ. അപ്പോൾ ആ രീതിയിലേക്ക് വരാനുള്ള സാഹചര്യം വരും. ഓക്കെ. സോ നെക്സ്റ്റ് വൺ ഈസ് കാസ്റ്റ് സിസ്റ്റം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചില കമ്മ്യൂണിറ്റീസ് കാസ്റ്റുകൾ അല്ലേ, അവരെന്ത് ചെയ്യുന്നു, ട്രഡീഷണലി ദേ പെർഫോം ബിസിനസ് ആക്ടിവിറ്റി. അവിടെ അല്ലേ, അവിടെ ഫോർ എക്സാമ്പിൾ പാർസീസ് ആയിക്കോട്ടെ, മാർവാറി ആയിക്കോട്ടെ, സിന്ധീസ് ആയിക്കോട്ടെ അല്ലേ, വണികാസ് ആൻഡ് വൈശ്യാസ് ഒക്കെ പറയുന്ന ആയിക്കോട്ടെ അല്ലേ, അതുപോലെ സൗത്ത് ഇന്ത്യയിൽ നമ്മൾ തമിഴ്നാടൊക്കെ വരുന്ന സമയത്ത് ചെട്ടിയാസ് പോലുള്ള കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നു, ട്രഡീഷണലി ദേ ആർ ബിസിനസ് പീപ്പിൾ. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാസ്റ്റ് സിസ്റ്റം ക്ലിയർ അത് എന്ത് ചെയ്യുന്നു, ഇപ്പോഴും അവിടെ മിക്കവാറും ആൾക്കാർ എന്തായിരിക്കും, ഇങ്ങനെയുള്ള പ്രൊഫഷനായിരിക്കും ഏർപ്പെട്ടിട്ടുണ്ടാവുക. ബിസിനസ് പീപ്പിളായിട്ടോ മണി ലെൻഡിങ്ങോ ട്രേഡിങ് ആക്ടിവിറ്റിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറും. Okay, the next one is occupation. Clear. So the environment of the family prepares the members of a certain type of business, profession, occupation. Clear. നമുക്കറിയാൻ പറ്റും. So those who born in rich business families with silver spoons in their mouth have not only an advantage of having financial resources of carrying out a business, but also learn the business skill, continuous interaction with the contacts of parents, customers, employees, clear, visitors of the family, shops, clear, ഓഫീസേഴ്സ് ആൻഡ് ഹോംസ് അല്ലേ. ഇങ്ങനെ ഒരു ഓക്യുപ്പേഷൻ എന്ത് ചെയ്യുന്നു, ഒരാളെ അതേ തരത്തിലുള്ളൊരു ജോലിയിലേക്ക് നമ്മളെ പ്രോത്സാഹിപ്പിക്കും അല്ലേ. ഇപ്പോൾ ഒരു ഡോക്ടറുടെ കുട്ടിയൊക്കെ ആണെങ്കിൽ ഒരു മോനോ മോളാണെന്ന് വിചാരിക്കുക. അപ്പം എന്ത് സംഭവിക്കും, അവർ ഡീൽ ചെയ്യുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ ഈ മെഡിക്കൽ ടേംസ് ആയിരിക്കും, മെഡിക്കൽ പ്രൊഫഷണലുള്ള ആൾക്കാരുമായിട്ടായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടെർമിനോളജീസിനെ കുറിച്ചും അല്ലേ ഒക്കെ ആയിരിക്കും അവർ ഡിസ്കസ് ചെയ്യുക. നാച്ചുറലി അവർക്ക് അത് ആ പ്രൊഫഷനോട് ഒരു അഫിനിറ്റി ഉണ്ടാവും, ഉയർന്നു വരാൻ പറ്റും. അല്ലേ, അവർ ചെറുപ്പകാലം തൊട്ട് തന്നെ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ലേൺ ചെയ്യാൻ പറ്റും. അതിന് വളരെ എഫേർട്ട് എടുത്തൊന്നും ചെയ്യേണ്ട കഴിയില്ല അല്ലേ. ബൈ വെർച്യൂ ഓഫ് ബീയിങ് എ ഫാമിലി മെമ്പർ അത് ഓട്ടോമാറ്റിക്കലി അവർക്ക് ഇതുണ്ടാവും. അതുപോലെ തന്നെ ഒരു ബിസിനസ്, നമ്മുടെ വീട്ടിലൊരു ബിസിനസ് ഉള്ള ഫാമിലിയിൽ അല്ലേ, ബിസിനസ് ഫാമിലിയാണ് നമ്മൾ ജനിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫാദറോ മദറോ ഒക്കെ ബിസിനസ് പീപ്പിൾ ആയതുകൊണ്ട് അവരെന്ത് ചെയ്യും, അവരുടെ ഇൻ്ററാക്ഷൻ, അവരുമായിട്ടുള്ള ടോക്ക്, അല്ലെങ്കിൽ അവരുമായി അവിടെ നമ്മൾ ജീവിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബിസിനസ്സിനെ കുറിച്ചും ടേംസിനെ കുറിച്ചും കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ടേംസ്, ടെർമിനോളജി, അക്കൗണ്ടിങ് അല്ലേ, എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, ഷോപ്പ് അല്ലേ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ബിസിനസ്സിൻ്റെ ടെക്നിക്സ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ തോന്നും. ഓക്കെ, നാച്ചുറലി അവരെന്തായിട്ട് മാറും, ദേ ബിക്കം ഓണ്ടർപ്രണേഴ്സ്. അപ്പോൾ അത്തരത്തിൽ ഓക്യുപ്പേഷനും കറണ്ട് ഓക്യുപ്പേഷൻ ഓഫ് ഫാമിലി മെമ്പേഴ്സ് അതും ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരാം. ദെൻ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ, അത് വേറൊരു പ്രധാനപ്പെട്ട സോഷ്യൽ ഫാക്ടറാണ് അല്ലേ. എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ, നമ്മൾ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഫോർ എക്സാമ്പിൾ ബിടെക് കഴിഞ്ഞു, ഇലക്ട്രോണിക്സ് ആണ് കഴിഞ്ഞത് അല്ലേ. നോർമലി ഇനി എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു കമ്പനിയിൽ പോയി ജോലി ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഇലക്ട്രോണിക്സ് പഠിച്ചു അല്ലേ, ബിടെക് ആണ് അല്ലെങ്കിൽ എംടെക് ആണ്, അപ്പോൾ എന്ത് ചെയ്യാം, ആ റിലേറ്റഡ് മേഖലയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചതാണ്, ഓക്കെ, ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യാം, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോൺട്രാക്ടിങ് ഫേം തുടങ്ങാം. ക്ലിയർ. അപ്പോൾ എന്നിട്ട് പ്ലാൻ എസ്റ്റിമേറ്റ് ഒക്കെ ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക, ബിൽഡിംഗ് സൂപ്പർവിഷൻ ചെയ്യുക. ക്ലിയർ. ഇങ്ങനെയുള്ള ഒരു ജോലിയിലേക്ക് അവർ പ്രൊഫഷനിലേക്ക് വന്നു വരും അല്ലേ. ഇപ്പോൾ എഡ്യൂക്കേഷൻ അതുപോലെ ബിടെക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാന്ന് വിചാരിക്കുക. അപ്പോൾ നോർമലി സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലേക്കോ അങ്ങനെ ഒരു ഫേം തുടങ്ങാനൊക്കെ അവർക്ക് താല്പര്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ രീതിയിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ അവരെന്തിനു പ്രാപ്തമാക്കുന്നു, പർട്ടിക്കുലർ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രാപ്തമാക്കുന്നു. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് അതും ഒരു പ്രധാനപ്പെട്ട സോഷ്യൽ ഫാക്ടറായിട്ട് പറയാം. ദെൻ സോഷ്യൽ സ്റ്റാറ്റസ്. ക്ലിയർ. സമൂഹത്തിൽ ബിസിനസ് പീപ്പിൾസിനുള്ള സ്റ്റാറ്റസും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ക്ലിയർ. ഹൈലി സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നൊരു സമൂഹമാണെങ്കിൽ കൂടുതൽ ഓണ്ടർപ്രണേഴ്സ് ആ സമൂഹത്തിൽ നിന്ന് വളർന്നു വരാൻ കാരണമാകും. അതല്ലാത്തതാണെങ്കിലോ ഉണ്ടാവില്ല. ഓക്കെ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, നമുക്കൊക്കെ ആഗ്രഹമുണ്ട് അല്ലേ, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ. നമ്മുടെ കയ്യിലാണെങ്കിൽ കുറച്ച് പൈസയുണ്ട്, സ്കില്ലുണ്ട്, നോളേജ് ഉണ്ട് അല്ലേ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ നമ്മൾ തോന്നും അല്ലേ, എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഏരിയയിൽ തുടങ്ങി നമ്മുടെ ഏരിയയിലുള്ള ഒരു 10 പേർക്ക് 100 പേർക്ക് ജോലി നൽകിക്കൂടാ അല്ലേ. അങ്ങനെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മീറ്റ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയും ചിലപ്പോൾ എന്ത് വരാം, ഒരു ബിസിനസ് സംരംഭകനായിട്ട് മാറാം. ക്ലിയർ. സോ ദീസ് ആർ ഓൾ ദി സോഷ്യൽ ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ഈസ് എക്കണോമിക് ഫാക്ടർ.
എക്കണോമിക് ഫാക്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട ഘടകം എന്തൊക്കെയാണ്? ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയാണ്. ക്ലിയർ? ദെൻ ഫിനാൻഷ്യൽ റിസോഴ്സസ്, ക്ലിയർ, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, നോഹോ, ലേബർ കണ്ടീഷൻസ്, മാർക്കറ്റ്, സപ്പോർട്ട് സിസ്റ്റം, ഗവൺമെൻറ് പോളിസീസ്, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരാം. ക്ലിയർ? സോ ഓരോ ഫാക്ടറായിട്ട് നോക്കാം. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി അല്ലേ, നല്ല ഇൻഫ്രാസ്ട്രക്ചർ, റോഡ് കണക്ടിവിറ്റി, പോർട്ട് അല്ലേ, ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക അല്ലേ, ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ നെറ്റ്വർക്ക് കണക്ടിവിറ്റി എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എന്താവും, അത്തരത്തിൽ വളരെ പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതില്ലെങ്കിലോ ഇതെല്ലാം സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യേണ്ടി വരും, അപ്പോൾ നമ്മൾ മടിക്കും. ക്ലിയർ? അതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഒരു ഘടകമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഒരുപക്ഷെ സിറ്റി സെൻറ്ററിൽ അല്ലേ, സിറ്റി സെൻട്രിക്കായിട്ട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റോ ഇൻഡസ്ട്രിയൽ ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കൂടുതൽ ഇൻഡസ്ട്രീസ് വരും, അവിടെ എൻ്റർപ്രണേഴ്സ് ഉണ്ടാവും അല്ലേ. അതല്ലാതെ റൂറൽ ഏരിയ ആകുമ്പോൾ ഉണ്ടാവില്ല, കാരണം എന്താ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, ഫിനാൻഷ്യൽ റിസോഴ്സസ് അല്ലേ, ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഫിനാൻസ് ഈസ് റിക്വയർഡ് അല്ലേ. അതുകൊണ്ട് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ടെങ്കിൽ, അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ അല്ലേ, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അതില്ലെങ്കിലോ അത് പ്രൊക്വയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, അത് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ ഫിനാൻഷ്യൽ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി, ക്യാപിറ്റലിൻ്റെ അവൈലബിലിറ്റി, ക്ലിയർ, അതിനുള്ള സോഴ്സസ്, അതിനുള്ള മാർഗ്ഗങ്ങൾ അല്ലേ. അപ്പോൾ അത് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ്ങിലൂടെയോ സീഡ് ക്യാപിറ്റലിലൂടെയോ അതല്ലെങ്കിൽ അല്ലേ മറ്റുള്ള തരത്തിലുള്ള ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയോ ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും നമുക്ക് കിട്ടുമെങ്കിൽ നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങും അല്ലേ, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങും. അല്ല സ്വന്തമായിട്ട് കടമെടുക്കണമെങ്കിൽ പ്രോപ്പർട്ടിയൊക്കെ പണയപ്പെടുത്തണം, നമ്മുടെ കയ്യിൽ പ്രോപ്പർട്ടി ഇല്ല. അപ്പോൾ നമ്മൾ നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ഒന്നും ഇല്ല അല്ലേ. ഇപ്പോൾ പുതിയ സ്റ്റാർട്ടപ്പ് ബിസിനസ്സൊക്കെ വരുന്നു. എന്താ കാരണം? സ്പോൺസർ ചെയ്യാൻ സ്പോൺസേഴ്സ് ഉണ്ട്, ക്രൗഡ് ഫണ്ടിങ് വഴി ഫണ്ട് കൊടുക്കാനൊക്കെ ആളുണ്ട്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളുണ്ട്, ക്ലിയർ, റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് ഫണ്ട് കൊടുക്കും. ഇങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് അവർ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. ക്ലിയർ? ഇപ്പോൾ ബിസിനസ് വരുന്നു. So financial resource is one of the factor. Next one is availability of material and know-how. അല്ലേ, മെറ്റീരിയൽ അവൈലബിൾ ആണോ, നോഹോ അതിനാവശ്യമുള്ള ടെക്നോളജി അവൈലബിൾ ആണോ, മെഷീനറീസ് അവൈലബിൾ ആണോ, അത് ഉണ്ട് എങ്കിൽ നമ്മൾ ചിലപ്പോൾ അത്തരത്തിലുള്ളൊരു ബിസിനസ് തുടങ്ങും. അതില്ലാത്തൊരു പ്രദേശമാണെങ്കിലോ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിലും ചിലപ്പോൾ ചെയ്തൊന്നും വരില്ല. ക്ലിയർ? സോ നെക്സ്റ്റ് ഈസ് ലേബർ കണ്ടീഷൻ അല്ലേ, ലേബർ അവൈലബിൾ ആണോ, സ്കിൽഡ് ആണോ, സെമി സ്കിൽഡ് ആണോ, അൺസ്കിൽഡ് ആണോ, നമ്മുടെ നേച്ചർ എന്താണ്, അവരുടെ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ക്വാളിറ്റി, ക്ലിയർ, rather than quantity of labor is another important factor, clear, which will affect the entrepreneurship. ഓക്കെ, ക്വാളിറ്റി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അവർ സ്കിൽഡ് ആണോ, സെമി സ്കിൽഡ് ആണോ, അല്ലെങ്കിൽ അൺസ്കിൽഡ് ആണോ, ഇതിനനുസരിച്ച് അല്ലേ. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജോലി ചെയ്യാൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ് തുടങ്ങുന്നത് വിചാരിക്കുക, നമുക്ക് കുറേയധികം എംപ്ലോയീസിനെ വേണം, അവർക്കൊക്കെ എന്ത് വേണം? സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നോളജ് വേണം. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ അവിടെ ഒന്നും കിട്ടാൻ വഴിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുമോ? പറ്റില്ല. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ വരും. അപ്പോൾ ലേബർ കണ്ടീഷൻ ഷുഡ് ബി സ്റ്റഡി. ക്ലിയർ? അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് വരുന്നു. മാർക്കറ്റ് അല്ലേ, ഇനി ഏതൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താലും എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി ഗെറ്റ് മാർക്കറ്റ് അല്ലേ. അത്തരത്തിലുള്ളൊരു മാർക്കറ്റ് സിറ്റുവേഷൻ ഇല്ല എന്ന് വിചാരിക്കുക. സോ അത് നമ്മുടെ പ്രവർത്തനത്തെ ബാധിക്കും. അപ്പോൾ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ദർ ഷുഡ് ബി എ മാർക്കറ്റ് ആൻഡ് മാർക്കറ്റിംഗ് കണ്ടീഷൻ. ക്ലിയർ? അത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വേണം. ക്ലിയർ? ഏത് ഫിസിക്കൽ മാർക്കറ്റ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഈ മാർക്കറ്റ് ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ക്ലിയർ, അല്ലെങ്കിൽ ഈ കോമേഴ്സ് സൈറ്റുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അത്തരത്തിലുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിലേ നമുക്ക് മാർക്കറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് സാധ്യമാവുള്ളൂ. ക്ലിയർ? സോ സപ്പോർട്ട് സിസ്റ്റം വളരെ പ്രധാനപ്പെട്ട ഘടകം അല്ലേ. സോ എബിലിറ്റി, ഇനിഷ്യേറ്റീവ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റം ആർ എസെൻഷ്യൽ പ്രീറിക്വസിറ്റ് ഫോർ എൻ്റർപ്രണർഷിപ്പ് അല്ലേ. എൻ്റർപ്രണർ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അല്ലേ, അദ്ദേഹത്തിന് സപ്പോർട്ട് തീരെ കിട്ടുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അയാളുടെ എബിലിറ്റി വേണം, ഇനിഷ്യേറ്റീവ് വേണം, അതുപോലെ തന്നെ അയാൾക്ക് ചുറ്റും ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവും അല്ലേ. പൈസ ആവശ്യം വരുന്ന സമയത്ത് പൈസ കൊടുക്കാനുള്ള ബാങ്കിങ് സിസ്റ്റം അല്ലേ, ട്രാൻസ്പോർട്ടേഷൻ വേണമെങ്കിൽ ആ സമയത്ത് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള അതിനുള്ള ഫെസിലിറ്റി, റോ മെറ്റീരിയൽ വേണമെങ്കിൽ അത്, റിപ്പയർ വേണമെങ്കിൽ അത്, മെയിൻ്റനൻസ് വേണമെങ്കിൽ അത് അല്ലേ, അത്യാവശ്യം മാനേജ്മെൻറ്റ് സർവീസ് വേണമെങ്കിൽ അതിനുള്ള സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ട്, സോഷ്യൽ സപ്പോർട്ട്, ഇതെല്ലാം ഇങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിലേ ഓൺടർപ്രണർഷിപ്പ് വർക്കാവുള്ളൂ. ക്ലിയർ? അതില്ലാത്ത സ്ഥലങ്ങളിൽ ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. സോ ഗവൺമെൻറ് പോളിസി ഫേവറബിൾ ആവാം, അൺഫേവറബിൾ ആവാം. ചില ഇൻഡസ്ട്രീസിന് ഗവൺമെൻറ് പോളിസി ഫേവറബിൾ ആവും, അപ്പോൾ അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് വരും അല്ലേ. ഇപ്പോൾ ഗവൺമെൻറ് IT ഇൻഡസ്ട്രിയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നു, ബയോടെക് ഇൻഡസ്ട്രീസിന് വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ബിസിനസ് കൂടുതൽ വരുന്നുണ്ട്. കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ അല്ലേ പ്രോത്സാഹിപ്പിക്കുന്നു, സ്റ്റാർട്ടപ്പ് മിഷൻ രൂപീകരിച്ചിട്ടുണ്ട്, സ്റ്റാർട്ടപ്പ് ഫണ്ടിങ് കൊടുക്കുന്നു. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ആളുകൾ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ക്ലിയർ? അതല്ല ഇപ്പോൾ നമ്മളൊരു സ്റ്റേഷനറി ഷോപ്പ് ചെയ്യണം, അതിന് പറ്റുമോ? കാരണം ഗവൺമെൻറ് അത്രത്തോളം സപ്പോർട്ടില്ല. ഒരു ടെക്സ്റ്റൈൽ ഷോറൂം തുടങ്ങണം, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് അത്രമാത്രം കിട്ടില്ല. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ ഓരോരോ മേഖലയിലും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് അനുസരിച്ച് അതാത് മേഖലയിൽ എന്ത് വരാം? ഓൺടർപ്രണർഷിപ്പ് വരാനുള്ള സാഹചര്യമുണ്ട്. ഓക്കെ,
അപ്പോൾ പലപ്പോഴും ഗവൺമെൻറ് ഇൻഡസ്ട്രി എസ്റ്റേറ്റുകളായിട്ടും സബ്സിഡി ആയിട്ടും ഇൻസെൻറ്റീവ് ആയിട്ടും അല്ലേ, അതുപോലെ എക്സ്പോർട്ട് അസിസ്റ്റൻസ് ആയിട്ടും ക്ലിയർ, അങ്ങനെയുള്ള സ്റ്റാർട്ടപ്പ് ഫണ്ടിങ് ആയിട്ടും സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് ആയിട്ടും മാർജിൻ മണി ലോണായിട്ടും ഫണ്ടിങ്ങിൻ്റെ രൂപത്തിലും ക്ലിയർ, ഇതൊക്കെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുമ്പോൾ എൻ്റർപ്രണേഴ്സ് അതിനനുസരിച്ച് വളർന്നു വരും. ഓക്കെ, സോ നെക്സ്റ്റ് വി കൻ സി അബൌട്ട് ദ പേഴ്സണാലിറ്റി ഫാക്ടർ. എൻ്റർപ്രണറുടെ പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ പറയപ്പെടുന്നത് എന്തൊക്കെയാണ്? ഓക്കെ, സോ നമ്പർ 1 പേഴ്സണാലിറ്റി ഇറ്റ്സെൽഫ് അല്ലേ. ഒരാളുടെ പേഴ്സണാലിറ്റി എന്താണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അല്ലേ, ഒപ്റ്റിമിസ്റ്റിക് ആണോ പെസിമിസ്റ്റിക് ആണോ? ഇതിനനുസരിച്ച് ഓപ്റ്റിമിസ്റ്റിക് ഓണ്ടർപ്രണർഷിപ്പിന് എന്ത് ആവശ്യമാണ്? ഒരു ഒപ്റ്റിമിസ്റ്റിക് മൈൻഡ് സെറ്റ് ആവശ്യമാണ്. കാരണം എന്താ, ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രോബ്ലംസ് ആണ് അല്ലേ. അപ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ ഓവർകം ചെയ്യാൻ കഴിയുന്ന ഒരു കോൺഫിഡൻസും അതുപോലെ തന്നെ ഒപ്റ്റിമിസവും വേണം. അതല്ലെങ്കിലോ ഓരോ തടസ്സങ്ങൾ വരുമ്പോൾ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവും അല്ലേ. അപ്പോൾ അതോടുകൂടി ഡിപ്രസ്ഡ് ആവും, അതോടുകൂടി പിന്നീട് ബിസിനസ് തുടർന്നുള്ള വർക്കുകൾ ചെയ്തൊന്നും വരില്ല. അതുകൊണ്ട് പേഴ്സണാലിറ്റി ഈസ് അനദർ ഫാക്ടർ. ക്ലിയർ, ഇൻഡിപെൻഡൻസ് അല്ലേ. ഇൻഡിപെൻഡൻസ് ഉള്ള ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു ഘടകമാണ്, പേഴ്സണാലിറ്റി ഫാക്ടറാണ്. ക്ലിയർ, ഹൈ ഡിഗ്രി ഓഫ് ഇൻഡിപെൻഡൻസ് വേണ്ട ആളുകൾക്ക് എവിടെയും പോയിട്ട് ആരുടെയെങ്കിലും കീഴിൽ ജോലി നോക്കാൻ കഴിയില്ല. കാരണം അവർ പോയി ജോലി നോക്കും, കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അവർ സുപ്പീരിയർ എന്തെങ്കിലും പറയുമ്പോൾ അതിനെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദേ വിൽ ക്വിറ്റ് ദ ജോബ്. ക്ലിയർ, അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സോ ദേ നീഡ്സ് ടു ദേ ക്യാൻ വെരി വെൽ സ്റ്റാർട്ട് എ ബിസിനസ് ഓഫ് ദെയർ ഓൺ, സോ ദാറ്റ് ദേ വിൽ ബി regarded as the boss of the enterprise. Then compulsion. Clear, out of compulsion പലപ്പോഴും ഇതൊരു പേഴ്സണാലിറ്റി ഫാക്ടർ ആയിട്ട് വരാം. ക്ലിയർ, ഔട്ട് ഓഫ് കമ്പൾഷൻ, നമുക്ക് ജോലി ഒന്നും കിട്ടിയില്ല അല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കമ്പൾസീവ് ആയിട്ടുള്ളൊരു റീസണായിട്ട് ബിസിനസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ബിസിനസ് തുടങ്ങുന്നു. ക്ലിയർ, അങ്ങനെയും വരാം. ഓക്കെ, സോ സർട്ടൻ കമ്പലിംഗ് റീസൺസ് ഫോഴ്സ് ദ പീപ്പിൾ ടു ബിക്കം ആൻ ഓണ്ടർപ്രണർ. അതിൽ എന്തൊക്കെയാണ് വരുന്നത്? അൺഎംപ്ലോയ്മെൻറ്റ് ഓർ ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ജോബ് അല്ലേ. നമ്മൾ ജോലി കയറി ആ ജോലിയിൽ താല്പര്യമില്ല, അത് ഡിസപ്പോയിൻറ്റഡ് ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ജോലി വിട്ടിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, ക്ലിയർ, നിലവിൽ ജോലിയേ ഇല്ല, വെറുതെ ഇരിക്കുകയാണ്, എല്ലാവരും ചോദിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യേണ്ടത്, നമ്മളൊരു ബിസിനസ് തുടങ്ങും. ക്ലിയർ, അതുപോലെ തന്നെ ടു യൂസ് ടെക്നോളജിക്കൽ ഓർ പ്രൊഫഷണൽ നോളജ് സ്കിൽ അല്ലേ. ചിലപ്പോൾ നമുക്കൊരു നോളജ് അല്ലേ, പ്രൊഫഷണൽ നോളജോ ടെക്നോളജി ഒക്കെ കിട്ടിയിരുന്നെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളാണ് അല്ലേ, സിവിൽ എഞ്ചിനീയറിംഗ് നോളജൊക്കെ ഉണ്ട്, വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തോന്നും അല്ലേ, വെറുതെ എന്തിനായിരിക്കണം, നമ്മൾ എന്ത് ചെയ്യാം? സിവിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടൊരു ഫേം തുടങ്ങിയിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യാം അല്ലേ, അല്ലെങ്കിൽ അതിലൊരു ബിസിനസ് ഫേം തുടങ്ങാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ക്ലിയർ, സോ ടു പുട്ട് ദെയർ ഐഡിയൽ ഫണ്ട് ടു യൂസ്. അതുപോലെ തന്നെ കയ്യിൽ കുറേ പൈസ ഉണ്ട്, വെറുതെ ഇരിക്കുകയാണ് അല്ലേ, ഈ ഫണ്ട് എവിടെയെങ്കിലും വിനിയോഗിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കുറച്ച് കമ്പൾസീവ് റീസൺസ് കൊണ്ടും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ, സോ ദീസ് ആർ ഓൾ ദി factors affecting entrepreneurship growth. So next we can see about the qualities of a successful entrepreneur. Okay, or common entrepreneurial traits. Entrepreneurial traits എന്തൊക്കെയാണ്, ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ക്ലിയർ, ഒരു സക്സസ്ഫുൾ എൻ്റർപ്രണർക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ക്ലിയർ, കുറേയധികം ക്വാളിറ്റീസ് നമുക്ക് പറയാൻ പറ്റും, പക്ഷേ ഇവിടെ കുറച്ച് നമ്മുടെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ നോക്കി പോകാം. ഓക്കെ, വില്ലിങ്നെസ് ടു മേക്ക് സാക്രിഫൈസ് ആൻഡ് അസ്യൂം റിസ്ക്. ഒരു എൻ്റർപ്രണറുടെ ഏറ്റവും ബേസിക് ഉള്ള ക്വാളിറ്റിയാണ് അല്ലേ, വില്ലിങ്നെസ് ടു മേക്ക് സാക്രിഫൈസ് എന്തെങ്കിലും നമുക്ക് നേടാൻ പറ്റുമോ? ഇല്ല. ക്ലിയർ, സോ ഇഫ് യു വാണ്ട് ടു ഗെയിൻ സംതിങ് വി നീഡ് ടു സാക്രിഫൈസ് സംതിങ്. ക്ലിയർ, പത്രത്തിലൊരു സാക്രിഫൈസിങ് മൈൻഡ് വേണം. ക്ലിയർ, അതുപോലെ തന്നെ വില്ലിങ്നെസ് ടു അസ്യൂം റിസ്ക് ഏറ്റെടുക്കാനുള്ള താല്പര്യവും വേണം. ക്ലിയർ, അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റൂ. ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, റിസ്കി ആയിട്ടുള്ളൊരു വെഞ്ചറാണ്. അതുകൊണ്ട് വില്ലിങ്നെസ് ടു അസ്യൂം റിസ്ക് ആവശ്യമാണ്, അതൊരു ക്വാളിറ്റി ആയിട്ട് പറയാം. അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ആവശ്യമാണ്. ക്ലിയർ, നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഓണ്ടർപ്രണർ ആവാൻ പറ്റും. ഡിസയർ ഫോർ ഹൈ അച്ചീവ്മെൻറ്റ് അല്ലേ, ഹൈ ഡിഗ്രി ഓഫ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, നല്ലൊരു നീഡ് ഫോർ അച്ചീവ്മെൻ്റ് ഉള്ള വ്യക്തികൾക്കേ പറ്റും അല്ലേ. എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം. ക്ലിയർ, കൂടുതൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം, അപ്പോഴേ നമുക്ക് ബിസിനസ്സുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ദെൻ ഓപ്റ്റിമിസം ആവശ്യമാണ്. ക്ലിയർ, ശുഭാപ്തി വിശ്വാസം ആവശ്യമാണ്. ക്ലിയർ, വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയുള്ള കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇൻഡിപെൻഡൻസ് അല്ലേ, ഒരു ഇൻഡിപെൻഡൻറ്റ് മൈൻഡ് സെറ്റ് ആവശ്യമാണ്. ക്ലിയർ, എങ്കിൽ മാത്രമേ നല്ലൊരു എൻ്റർപ്രണർ ആവാൻ കഴിയുക. സ്വതന്ത്ര മനോഭാവം എന്ന് പറയില്ലേ, അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കാൻ കഴിയണം. ഫോർസൈറ്റ് നമുക്ക് ആവശ്യമാണ്. ക്ലിയർ അല്ലേ, ദീർഘവീക്ഷണം ആവശ്യമാണ്, മുൻകൂട്ടി കാണാൻ കഴിയണം പല കാര്യങ്ങളും. അപ്പോൾ ഫോർസൈറ്റ്. സെൽഫ് കോൺഫിഡൻസ് ആവശ്യമാണ് അല്ലേ, ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ക്ലിയർ, അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് എൻ്റർപ്രണർക്ക് ഏറ്റവും എസെൻഷ്യലായിട്ട് വേണ്ടതാണ്.
ഇന്നവേറ്റീവ് എബിലിറ്റി അല്ലേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് ഇന്നവേഷൻ. ഇന്നവേഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇന്നവേറ്റ് ഓർ പെരിഷ് എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത് അല്ലേ. അപ്പം അതുകൊണ്ട് ഇന്നവേഷൻ ഇല്ലെങ്കിൽ ബിസിനസ് പിന്നീട് തുടർന്ന് നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്നവേറ്റ് ചെയ്യണം. എപ്പോൾ ചെയ്യണം? ഫ്രീക്വൻ്റ്ലി ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലേ. നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റും അല്ലേ ഇപ്പം കണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. പ്രോഡക്റ്റുകൾ മാറും. നമ്മുടെ സെൽഫോൺ ആയിക്കോട്ടെ അല്ലേ, നമ്മുടെ ഡ്രസ് മെറ്റീരിയൽ ആയിക്കോട്ടെ, ഒക്കെ മാറിക്കൊണ്ടേ ഇരിക്കണം. ക്ലിയർ? ഇന്നവേഷൻ വന്നുകൊണ്ടേ ഇരിക്കും. സോ ക്രിയേറ്റിവിറ്റി, ക്ലിയർ? ക്രിയേറ്റിവിറ്റിയിൽ ആവശ്യമാണ് അല്ലേ. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താ? അത് എസെൻഷ്യലാണ്. ക്ലിയർ? ഇന്നോവേഷൻ ഏറ്റവും ഇൻറ്റഗ്രൽ ആയിട്ട് കാര്യമാണ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിലാണ് അല്ലേ, ക്രിയേറ്റിവിറ്റി ഈസ് ദ പ്രീ റിക്വസ്റ്റ് ഫോർ ഇന്നോവേഷൻ. ഇന്നോവേഷൻ്റെ പ്രീ റിക്വസ്റ്റ് ആണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? ഗോൾ ഓറിയൻറ്റേഷൻ. ഓക്കെ, ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കണം അല്ലേ. ലക്ഷ്യബോധം ആവശ്യമാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം. എന്ത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ? ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. എന്താ കാരണം? എംപ്ലോയീസുമായിട്ട്, കസ്റ്റമേഴ്സുമായിട്ട്, സപ്ലയേഴ്സുമായിട്ട്, ബാങ്കേഴ്സുമായിട്ട്, ഒഫീഷ്യൽസുമായിട്ട് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം. ക്ലിയർ? ടെക്നിക്കൽ നോളേജ് ആൻഡ് വില്ലിങ്നെസ് ടു ചേഞ്ച്. ക്ലിയർ? ടെക്നിക്കൽ നോളേജ് ഉണ്ടായിരിക്കണം കുറച്ച് അളവ്. ക്ലിയർ? ഇത് എസെൻഷ്യൽ അല്ല, ഇതില്ലെങ്കിൽ നല്ലൊരു എൻ്റർപ്രണർ ആവാം. ഓക്കെ, വില്ലിങ്നെസ് ടു ചേഞ്ച് ഈസ് എസെൻഷ്യൽ. ക്ലിയർ? മാറാനുള്ള അല്ലേ, കാറ്റലിസ്റ്റ് ഓഫ് ചേഞ്ച് എന്നാണ് പറഞ്ഞത്. മാറ്റങ്ങൾ കൊണ്ടുവരണം, സ്വയം മാറാനുള്ള സന്നദ്ധതയും വേണം. ക്ലിയർ? അപ്പോൾ അത്തരത്തിൽ വില്ലിങ്നെസ് ടു ചേഞ്ച് വേണം. ദെൻ ഡിറ്റർമിനേഷൻ, കറേജ് ആൻഡ് പെർസിവറൻസ്. ക്ലിയർ? ഡിറ്റർമിനേഷൻ വേണം അല്ലേ, ദൃഢനിശ്ചയം, ധൈര്യം അല്ലേ, പിന്തുടരാനുള്ള ഒരു കാര്യത്തെ, ലക്ഷ്യത്തെ പിന്തുടർന്ന് പോകാനുള്ള ഒരു ആർജവം അല്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു ഓണ്ടർപ്രണർ ആവാൻ പറ്റും. ക്ലിയർ? സോ ഓണ്ടർപ്രണർഷിപ്പ് ഈസ് അബൌട്ട് മാരിയിങ് പാഷൻ ആൻഡ് പ്രോസസ്സസ് വിത്ത് എ ഗുഡ് ഡോസ് ഓഫ് പെർസിവറൻസ് എന്നാണ് പറയുന്നത്. ക്ലിയർ? ഒരു സെയിങ് ആണ്. ക്ലിയർ? Entrepreneurship is nothing but it is about marrying passion and process, clear, with a good dose of perseverance. Perseverance ഓടുകൂടി ക്ലിയർ പാഷനും പ്രോസസ്സുകളെയും അല്ലേ മാരേജ് ചെയ്യുന്ന ക്ലിയർ ഒരു പ്രോസസ്സായിട്ട് ഓണ്ടർപ്രണർഷിപ്പിനെ പറയുന്നു. കാരണം എന്താ? ഇത് എല്ലാം ക്ലിയർ പാഷനും പ്രോസസ്സും അല്ലേ പെർസിവറൻസ് ഒക്കെ ഓണ്ടർപ്രണർഷിപ്പിന് ആവശ്യമാണ്. ഓക്കെ, ദെൻ ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെയുള്ള എല്ലാ ലീഡർഷിപ്പ് ക്വാളിറ്റീസും ക്ലിയർ എവിടെയും വേണം, ഒരു ഓണ്ടർപ്രണർക്കും ആവശ്യമാണ്. ഓക്കെ, ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഓണ്ടർപ്രണറുടെ ചോദിക്കുകയാണെങ്കിൽ മെക്കലൻ്റെ ക്ലിയർ അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊക്കെയാണ്. ദാറ്റ് ഈസ് ഡൂയിങ് തിങ്സ് ഇൻ എ ന്യൂ ആൻഡ് ബെറ്റർ മാനർ. ക്ലിയർ? ശരിയായിട്ട് കാര്യങ്ങൾ ചെയ്യുക, ഡിസിഷൻ മേക്കിംഗ്. ക്ലിയർ? അൺസർട്ടനിറ്റി സമയത്ത് എന്ത് ചെയ്യുക? ഡിസിഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഓണ്ടർപ്രണറുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാം. ദെൻ അക്കോർഡിംഗ് ടു തോംസൺ ക്ലിയർ ട്രേറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ടോട്ടൽ കമ്മിറ്റ്മെൻറ്റ്, ഡിറ്റർമിനേഷൻ ആൻഡ് പെർസിവറൻസ്, ദെൻ ഡ്രൈവ് ടു അച്ചീവ് ആൻഡ് ഗ്രോ, opportunity and goal orientation, taking initiative and personal responsibility, persistent problem solving, realism and sense of humor, for seeking and using feedback, internal locus of control, then calculated risk taking and risk seeking ability, then low need for status and power, ഇൻറ്റഗ്രിറ്റി ആൻഡ് റിലയബിലിറ്റി. ഇതൊക്കെ അവരുടെ റിക്വസിറ്റ് ആയിട്ട് പറയാറുണ്ട്. ക്ലിയർ? സോ in short, a successful entrepreneur must be capable of well-informed, successful leader of men, keen judge of things, courage and prudent. Clear? Above all, he must be gifted with a ലാർജ് മെഷർ ഓഫ് പ്രാക്ടിക്കൽ കോമൺ സെൻസ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂ? നല്ലൊരു നമുക്ക് ഓണ്ടർപ്രണറായിട്ട് എമർജ് ചെയ്ത് വരാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അതിനുള്ള എക്സാമ്പിളായിട്ടാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ? ഫോർഡ്, ടാറ്റ അല്ലേ, ബിർലാസ്, ഗോയങ്കാസ്, ക്ലിയർ, താപ്പാസ്, ക്ലിയർ, അംബാനീസ്, ഇവരൊക്കെ സക്സസ്ഫുള്ളായിട്ട് എമർജ് ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, സോ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ക്ലിയർ? കൂടുതലായിട്ട് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ക്ലിയർ? ഇതൊരു തിയറിയാണ്. ക്ലിയർ? മോട്ടിവേഷണൽ തിയറിയാണ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. ഇത് സൈക്കോളജിക്കൽ തിയറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? സോ
അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ മീൻസ് നീഡ് ടു അച്ചീവ് അല്ലേ, എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇന്നർ ഡ്രൈവിനെയാണ് എന്താ പറയുക, നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് എന്ന് പറയാം. ക്ലിയർ? ഇതിന് നമുക്ക് ഒരു ഡിഗ്രി ആയിട്ട് അല്ലേ, എത്രമാത്രം തീവ്രമാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യുക. ക്ലിയർ? അതുകൊണ്ട് മോട്ടിവേഷനിസ്റ്റ് തിയറിസ്റ്റും സൈക്കോളജിസ്റ്റൊക്കെ പറയുന്നു, ക്ലിയർ, നമ്മൾ നല്ല രീതിയിലുള്ളൊരു നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആക്ഷൻസ്, പ്രവൃത്തികൾ, തോട്ടൊക്കെ അതിലേക്ക് ഓറിയൻറ്റഡ് ആയിട്ട് മാറും. അതല്ലെങ്കിൽ എന്താവും, നമുക്ക് പ്രവർത്തനത്തിൽ നമുക്ക് സക്സസ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അത്തരത്തിലുള്ളൊരു തിയറിയാണ്. അപ്പോൾ ഓൺട്രപ്രണർക്ക് ഏറ്റവും എസെൻഷ്യലായിട്ട് വേണ്ട ഒരു കാര്യമാണ് എന്ത്, നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. സോ നെക്സ്റ്റ് വി ക്യാൻ സീ അബൌട്ട് ദി ടൈപ്പ് ഓഫ് എൻ്റർപ്രണേഴ്സ്. ക്ലിയർ? എൻ്റർപ്രണേഴ്സിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്യുക, പല രീതിയിലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എൻ്റർപ്രണേഴ്സിനെ ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ്. ക്ലിയർ? ഓരോ ക്ലാസിഫിക്കേഷനായിട്ട് നോക്കാം. അതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് ടൈപ്പ് ഓഫ് ബിസിനസ് അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഒന്ന് ബിസിനസ് എൻ്റർപ്രണർ എന്ന് പറയും, ട്രേഡിംഗ് എൻ്റർപ്രണർ എന്ന് പറയും, ഇൻഡസ്ട്രിയൽ എൻ്റർപ്രണർ എന്ന് പറയും, കോർപ്പറേറ്റ് എൻ്റർപ്രണർ എന്ന് പറയും, അതുപോലെ അഗ്രികൾച്ചർ എൻ്റർപ്രണർ. അല്ലേ? ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ക്ലിയർ? സോ an individual who discovers the idea and start a business, clear, and build a business will be called as a business entrepreneur. ക്ലിയർ? അപ്പോൾ ട്രേഡിംഗ് എന്തായിരിക്കും, ട്രേഡിംഗ് ആക്ടിവിറ്റിയൊക്കെ ഏർപ്പെടുന്ന ആൾക്കാരെ ട്രേഡിംഗ് എൻ്റർപ്രണർ എന്ന് പറയും. ക്ലിയർ? ഇൻഡസ്ട്രി എൻ്റർപ്രണർ എന്താ, എൻ്റർപ്രണർ ഹു അണ്ടർടേക്സ് ഓൺ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി, അവരെ ഇൻഡസ്ട്രി എൻ്റർപ്രണർ എന്ന് പറയും. ക്ലിയർ? സോ എ പേഴ്സൺ ഹു ഡെമോൺസ്ട്രേറ്റ് ഹിസ് ഇന്നോവേറ്റീവ് സ്കിൽസ് റിഗാർഡിംഗ് ഓർഗനൈസിങ്, മാനേജിങ്, ക്ലിയർ, കോർപ്പറേറ്റ് അണ്ടർടേക്കിംഗ് ഈസ് കോൾഡ് ആസ് കോർപ്പറേറ്റ് എൻ്റർപ്രണർ. ക്ലിയർ? ചിലപ്പോൾ ഒരു കോർപ്പറേറ്റ് എൻ്റർപ്രൈസിന്, ഒരു ഓർഗനൈസേഷനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന എൻ്റർപ്രണറെ നമ്മൾ എന്താ പറയും, കോർപ്പറേറ്റ് എൻ്റർപ്രണർ എന്ന് പറയും. ക്ലിയർ? കോർപ്പറേറ്റ് പ്രീനർ. ക്ലിയർ? ദെൻ അഗ്രികൾച്ചർ എൻ്റർപ്രണർ, അഗ്രി ബിസിനസ് റിലേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന, അല്ലേ, അതുമായി ബന്ധപ്പെട്ടുള്ള മാർക്കറ്റിംഗ് ഓഫ് ക്രോപ്പ്, ഫെർട്ടിലൈസർ, ക്ലിയർ, ഇൻപുട്ട് ഓഫ് അഗ്രികൾച്ചർ, അതാണ് അഗ്രിപ്രീനേഴ്സ് എന്ന് പറയും. ക്ലിയർ? അഗ്രികൾച്ചർ എൻ്റർപ്രണർ എന്നോ അല്ലെങ്കിൽ അഗ്രിപ്രീനേഴ്സ് എന്നാണ് അവർ പറയാം, ഇങ്ങനെ പറയാം. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ടെക്നോളജി. ക്ലിയർ? വേറെ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. എന്തൊക്കെയാണത്, ദാറ്റ് ഈസ് ടെക്നിക്കൽ. ക്ലിയർ? ടെക്നോളജി ഉപയോഗിക്കണോ ഇല്ലയോ എന്ന്, നോൺ ടെക്നിക്കൽ. ക്ലിയർ? ദെൻ പ്രൊഫഷണൽ, അങ്ങനെയായിട്ട് പറയാം. ക്ലിയർ? ടെക്നിക്കൽ, നോൺ ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ. ടെക്നിക്കൽ എന്താ, നമ്മൾ അതിൻ്റെ വേർഡിൽ തന്നെ ഉണ്ട്, അല്ലേ. സോ എക്സ്ട്രീംലി ടാസ്ക് ഓറിയൻറ്റഡ് ആൻഡ് ദേ ആർ ക്രാഫ്റ്റ്സ്മാൻ ടൈപ്പ്. ക്ലിയർ? ടെക്നോളജിയോ ടെക്നിക്സോ സ്കില്ലോ ഒക്കെ ഉപയോഗിച്ച് എന്തെങ്കിലും ഗുഡ്സോ സർവീസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും, ടെക്നിക്കൽ എൻ്റർപ്രണേഴ്സ് എന്ന് പറയും. അല്ലേ? അപ്പോൾ അവർ ടൂൾസും ഇംപ്ലിമെൻറ്റ്സും മെഷീനറീസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. അവർ അങ്ങനെയുള്ള ആൾക്കാരാണ് ടെക്നിക്കൽ എൻ്റർപ്രണേഴ്സ്. ക്ലിയർ? അല്ലേ? ഒരു വുഡ് ഇൻഡസ്ട്രി തുടങ്ങുന്ന ഒരാൾ, അല്ലേ, വുഡും അതുപോലെ ഫർണിച്ചർ ഇൻഡസ്ട്രി ഒക്കെ തുടങ്ങുന്ന ഒരാൾ, അല്ലെ, അങ്ങനെ ഒരു എൻ്റർപ്രണർക്ക് ഒരു മൈൻഡ് സെറ്റ് വന്നു, അയാൾക്ക് സ്വന്തമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ അറിയാം, അല്ലേ. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ച് ഒരു കാർപ്പൻ്റർ ആയതുകൊണ്ട് അദ്ദേഹം അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ അദ്ദേഹത്തിന് എന്തുണ്ട്, സോ ദേ യൂസസ് സർട്ടൻ ടെക്നോളജി. ക്ലിയർ? ആ ഒരു ടെക്നിക്കൽ സ്കില്ല്, നോഹോ, അത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ബിസിനസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി ഒരു പുതിയ ഷോറൂമൊക്കെ തുടങ്ങുമ്പോൾ കുറച്ച് എക്യുപ്മെൻറ്റ്സ്, മെഷീനറി ഒക്കെ കൊണ്ടുവരണം, അല്ലേ. ഇപ്പോഴൊക്കെ വുഡൊക്കെ ഷേപ്പ് ചെയ്യാനും പോളിഷ് ചെയ്യാനൊക്കെ മെഷീനറീസ് ഉണ്ട്. ഇതൊക്കെ ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അതനുസരിച്ച് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നു. ക്ലിയർ? നോൺ ടെക്നിക്കൽ എന്താ, എൻ്റർപ്രണർ നോട്ട് കൺസേൺഡ് വിത്ത് ടെക്നിക്കൽ ആസ്പെക്ട്സ്. ക്ലിയർ? പ്രോഡക്റ്റിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചൊന്നും അറിയില്ല, പക്ഷെ എന്ത് ചെയ്യുന്നു, ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകുന്നു. അങ്ങനെയുള്ള ആൾക്കാരെയാണ് എന്താ പറയുക, ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ്, മാർക്കറ്റിംഗ്, ഇതിലൊക്കെ കൂടുതൽ അവർക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നോൺ ടെക്നിക്കൽ എൻ്റർപ്രണേഴ്സ് എന്ന് പറയാം. പ്രൊഫഷണൽ എൻ്റർപ്രണേഴ്സ്, so he is an entrepreneur who starts a business unit but does not carry on the business for a long period. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, he sells out his running business and start another business. ക്ലിയർ? അപ്പോൾ ഇതൊരു സ്റ്റാർട്ടിങ് ബിസിനസ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനായിട്ട് ഏറ്റെടുക്കുന്ന ആൾക്കാരെയാണ് പ്രൊഫഷണൽ എൻ്റർപ്രണർ എന്ന് പറയുക. ക്ലിയർ? അയാൾ എന്ത് ചെയ്യുന്നു, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനെ സ്റ്റഡിയാക്കി കൊണ്ടുവന്ന ശേഷം അതിനെ എന്ത് ചെയ്യുന്നു, സെൽ ഓഫ് ചെയ്ത ശേഷം, ക്ലിയർ, ദെൻ വേറൊരു എൻ്റർപ്രൈസ് കൂടെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു, അതിന് സെല് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട്, ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ. ക്ലിയർ? ദെൻ ഓൺ ദ ബേസ് ഓഫ് മോട്ടിവേഷൻ. ക്ലിയർ? ഒരു പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അത് മോട്ടിവേഷൻ അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ പ്യുവർ എൻ്റർപ്രണേഴ്സ് എന്നും, ഇൻഡ്യൂസ്ഡ് എൻ്റർപ്രണേഴ്സ്, അതുപോലെ തന്നെ മോട്ടിവേറ്റഡ് എൻ്റർപ്രണേഴ്സ്, സ്പോണ്ടേനിയസ് എൻ്റർപ്രണേഴ്സ്, ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, എന്താ പ്യുവർ എൻ്റർപ്രണർ? ഇത് പ്യുവർ എൻ്റർപ്രണേഴ്സ് ബിലീവ് ഇൻ ദെയർ ഓൺ പെർഫോമൻസ് വൈൽ അണ്ടർടേക്കിംഗ് ബിസിനസ് ആക്ടിവിറ്റീസ്. അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഹാർഡ് വർക്കും അവരുടെ സ്കിൽസും നോളേജൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ ഒരു ബിസിനസ് വെഞ്ചർ സ്റ്റാർട്ട് ചെയ്ത് സ്വന്തമായിട്ട് ഇന്നോവേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഓക്കെ, ബിസിനസ് തുടങ്ങുന്നു. അങ്ങനെയുള്ള ആൾക്കാരെയാണ് എന്ത് ചെയ്യുന്നു പറയുന്നത്, പ്യുവർ എൻ്റർപ്രണേഴ്സ് എന്ന് പറയാം. ഓക്കെ, സോ ദേ അപ്ലൈ ദെയർ
ബിസിനസ് സ്കിൽസ് ടു ഏൺ മോർ ആൻഡ് മോർ പ്രോഫിറ്റ്സ്. ഫോർ എക്സാമ്പിൾ ധീരുഭായ് അംബാനി ഓഫ് റിലയൻസ് ഗ്രൂപ്പ് അല്ലെ, സ്വന്തമായിട്ടുള്ള കഴിവ് ഉപയോഗിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരിക, പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ അവരെ പ്യുവർ എൻ്റർപ്രണേഴ്സ് എന്ന് പറയും. ഇൻഡ്യൂസ്ഡ് എൻ്റർപ്രണർ എന്താണത്? So he is an entrepreneur who is induced to take up an entrepreneurial activity with a view to avail some benefits of the government അല്ലേ. ഗവൺമെൻറ്റിൽ നിന്ന് എന്തോ കിട്ടാനുണ്ട് അല്ലേ, അങ്ങനെ കിട്ടുന്നതിന് വേണ്ടി ആ ബെനിഫിറ്റ് അവെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സബ്സിഡിയോ ഇൻസെൻറ്റീവോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്നോവേഷൻ ചെയ്യുക അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാമെന്നല്ല, ബെനിഫിറ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യുന്നു. സോ ഇൻഡ്യൂസ് എൻ്റർപ്രണർ. Motivated entrepreneur. Okay? Those entrepreneurs are motivated by their own desire to make use of their technical and professional knowledge and experience and skills. Clear? സ്വന്തമായിട്ടുള്ള നോളേജോ സ്കില്ലോ എബിലിറ്റീസോ ഒക്കെ ഉപയോഗിക്കണം, അതിനൊരു ബിസിനസ് സംരംഭം വേണം അല്ലേ. അങ്ങനെ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് ആൾക്കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മോട്ടിവേറ്റഡ് എൻ്റർപ്രണർ എന്ന് പറയും. സ്പോണ്ടേനിയസ് എൻ്റർപ്രണേഴ്സ്. These entrepreneurs are motivated by their desire of self-employment and to achieve or prove their excellence in job performance. Clear? അപ്പം അങ്ങനെ സ്വന്തം ജോബ് പെർഫോമൻസിൽ എക്സലൻസ് കാണിക്കുന്നതിന് വേണ്ടി അല്ലേ, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ഒരു ബിസിനസ് തുടങ്ങുന്നവരെന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് എൻ്റർപ്രണേഴ്സ് എന്ന് പറയും. ക്ലിയർ? ദേ സ്റ്റാർട്ട് ദെയർ ഓൺ ബിസിനസ് വെഞ്ചർ ഔട്ട് ഓഫ് ദെയർ നാച്ചുറൽ ടാലൻസ്, മേ ബി ഇനിഷ്യേറ്റീവ്, കോൺഫിഡൻസ്, എബിലിറ്റി. ക്ലിയർ? അവർ ഇൻഡ്യൂസ്ഡോ അല്ലെങ്കിൽ മോട്ടിവേറ്റഡോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. ക്ലിയർ? അവർ അവരുടെയായിട്ടുള്ള ടാലൻറ്റ് ഉപയോഗിച്ച് അവർ തന്നെ എന്ത് ചെയ്യുന്നു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. So they are natural entrepreneurs. Spontaneous എന്താ? Spontaneous means natural. Clear? ഇപ്പം നാച്ചുറൽ ആയിട്ട് നമ്മൾ ചെയ്ത് വരുന്ന എൻ്റർപ്രണേഴ്സ് ആണ്. Then on the base of stages of development. Clear? Stages of development അനുസരിച്ച് നമുക്ക് ഇങ്ങനെ പറയാം. One is first generation entrepreneur അല്ലേ. ഒരു ബിസിനസ് സംരംഭം ആദ്യമായിട്ട് ബിസിനസ് തുടങ്ങുന്ന വ്യക്തിയെ നമ്മളെന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണേഴ്സ് എന്ന് പറയും. ക്ലിയർ? സെക്കൻഡ് ജനറേഷൻ എൻ്റർപ്രണേഴ്സ് എന്താ? അവരുടെ ഫാമിലിയിൽ വീണ്ടും ഒരാൾ അല്ലേ ബിസിനസ്സുകാരനായിട്ട് മാറി ചെയ്ത് വരുമ്പോൾ എന്ത് പറയുന്നതിനെ സെക്കൻഡ് ജനറേഷൻ എൻ്റർപ്രണർ എന്ന് പറയും. ക്ലിയർ? ഇങ്ങനെയാണ് ജനറേഷൻ പറയുന്നത്. ക്ലിയർ? ഫോർ എക്സാമ്പിൾ ധീരുഭായ് അംബാനി ഈസ് ദി ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണർ. ക്ലിയർ? അനിൽ ആൻഡ് മുകേഷ് അംബാനി സെക്കൻഡ് ജനറേഷൻ എൻ്റർപ്രണറാണ്. കാരണം ഫാദർ അല്ലേ തുടങ്ങി വെച്ച ബിസിനസ്സിനെ അവർ തുടർന്ന് നടത്തിക്കൊണ്ട് പോവുക. ക്ലിയർ? കുറച്ചുകൂടെ അവർ വൈഡൻ ചെയ്തു മാത്രം. അപ്പോൾ ആ രീതിയിൽ നിന്ന് സെക്കൻഡ് ജനറേഷൻ. ക്ലിയർ? അങ്ങനെ ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണേഴ്സ്. Modern entrepreneur. Clear? An entrepreneur who undertakes those ventures with which is suited to the modern marketing needs. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ മോഡേൺ എൻ്റർപ്രണർ എന്ന് പറയും. ക്ലിയർ? ദെൻ ക്ലാസിക്കൽ എൻ്റർപ്രണേഴ്സ് എന്താണത്? he is one who develops a self-supporting venture for the satisfaction of customer needs. Okay? കസ്റ്റമേഴ്സിന് എന്തൊക്കെയോ ആവശ്യമുണ്ട്, അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ബിസിനസ് തുടങ്ങുന്നു. ക്ലിയർ? ഇപ്പോൾ ഇയാൾക്ക് ലാഭമോ അല്ലെങ്കിൽ മറ്റുള്ള മോട്ടീവൊന്നും അല്ല, പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്തായിരുന്നു, കസ്റ്റമേഴ്സ് ഒരു പ്രദേശത്തെ ആളുകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് അല്ലേ, എങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് സംരംഭം തുടങ്ങാം. ഇങ്ങനെയുള്ള ആൾക്കാർ ക്ലാസിക്കൽ എൻ്റർപ്രണേഴ്സ്. കാരണം ക്ലാസിക്കൽ പീരീഡിൽ ബിസിനസ് പീപ്പിൾ എങ്ങനെയായിരുന്നു അല്ലേ, എവിടെയാണോ ആൾക്കാർക്ക് ആവശ്യം, എന്താണോ ആവശ്യം അതനുസരിച്ച് ട്രേഡിങ് ചെയ്ത ആൾക്കാരായിരുന്നു പഴയ ബിസിനസ്സുകാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസിക്കൽ എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഇവർ ഇന്നോവേഷൻ ഒന്നും ചെയ്യണമെന്നില്ല കേട്ടോ, ഒരു ഇന്നോവേഷൻ ഒന്നും ഇല്ലാതെ ഒരു സ്റ്റീരിയോ ടൈപ്പായിട്ട് ട്രഡീഷണൽ എൻ്റർപ്രണേഴ്സ് ആയിട്ട് നിലനിൽക്കുന്നു. ഓക്കെ, സോ ക്ലാസിക്കൽ എൻ്റർപ്രണേഴ്സിനെ ട്രഡീഷണൽ എൻ്റർപ്രണേഴ്സ് എന്നും പറയാം. Then classification on the base of entrepreneurial activity. Okay, so based on the entrepreneurial activity, entrepreneurs are classified as novice, serial entrepreneurs and portfolio entrepreneurs. Clear? എന്താണ് novice എന്ന് പറഞ്ഞാൽ? Novice is someone who has started his or her ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രൈസ്. നമ്മൾ ആദ്യം പറഞ്ഞല്ലേ അല്ലേ, ഫസ്റ്റ് ജനറേഷൻ പറഞ്ഞില്ലേ, അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ജനറേഷനിലുള്ള എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലേ എൻ്റർപ്രണേഴ്സ് നമുക്ക് എന്താ പറയുക, നൊവൈസ് എൻ്റർപ്രണർ എന്ന് കൂടെ വേണമെങ്കിൽ പറയാം. ദേ ആർ നൊവൈസ്, ബിഗിനേഴ്സ് എന്ന് പറയില്ലേ. നമ്മൾ ടെക്നോളജി യൂസിന് ഫോണിലൊക്കെ സെറ്റിംഗ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ പറയും അല്ലേ, നിങ്ങൾ നൊവൈസ് ആണോ അല്ലേ, ആവറേജ് അറിയുന്നതാണോ അല്ലെങ്കിൽ ടെക് സാവിയാണോ എന്നൊക്കെ ചോദിക്കും. ക്ലിയർ? അപ്പോൾ അതുപോലെ ഇവിടെ നൊവൈസ് എന്ന് പറഞ്ഞാൽ ബിഗിനർ, ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, അത് ആ രീതിയിൽ നൊവൈസ് എന്ന് പറയും. ഓക്കെ, serial entrepreneur. And the serial entrepreneur is someone who is devoted to one venture at a time. Okay, ഒരു സമയം ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഡിവോട്ട് ചെയ്യുന്നു. ആൻഡ് അൾട്ടിമേറ്റ്ലി സ്റ്റാർട്ട്സ് മെനി. പിന്നീട് എന്ത് ചെയ്യുന്നു, കുറേയധികം സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഹീസ് റിപ്പീറ്റഡ്ലി സ്റ്റാർട്ട് ബിസിനസ് ടു ആൻഡ് ഗ്രോ
them to a sustainable size and sell them off. ക്ലിയർ? ഇങ്ങനെ ഓരോരോ ബിസിനസ്സായി തുടങ്ങുകയും ക്ലിയർ അതിനൊക്കെ മെച്യൂരിറ്റിയിൽ വരെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു, വിൽക്കുകയും ചെയ്തു. ഓക്കെ, സോ ഇൻ ഫാക്ട് he is addicted to business, launching business. So once business is established, the serial entrepreneur may lose interest and think for a new one. Clear? ഈ രീതിയിൽ സീരിയലായിട്ട് ക്ലിയർ ഒരു സീരിയൽ പോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറയുന്നത് serial entrepreneurs എന്ന് പറയുക. Then portfolio entrepreneurs. A portfolio entrepreneur starts and runs a number of businesses at a same time. ഒരേ സമയം തന്നെ ഒന്നിൽ കൂടുതൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയർ? ആദ്യം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ ഇടയിൽ തന്നെ വീണ്ടും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, വീണ്ടും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ക്ലിയർ? ഇങ്ങനെ കുറേ ബിസിനസ് ആയിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് പറയുന്നത് തന്നെ പോർട്ട്ഫോളിയോ entrepreneurs. ക്ലിയർ? അവർക്ക് ഒരു ലൈൻ ഓഫ് ബിസിനസ് അല്ല, കുറേ ലൈൻ ഓഫ് ബിസിനസ് ആയിട്ട് മാറും. ക്ലിയർ? അപ്പോൾ ദേ ആർ കോൾഡ് ആസ് പോർട്ട്ഫോളിയോ entrepreneurs. പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, ഗ്രൂപ്പ്, കളക്ഷൻ എന്നൊക്കെയാണ് അർത്ഥം. ക്ലിയർ? അപ്പോൾ പോർട്ട്ഫോളിയോ entrepreneurs എന്താ? People who are having entrepreneurs who are having collection or group of business. Clear? Then classification by Clarence Dunhoff. അല്ലേ, ഇത് നമ്മളെ വീഡിയോയിലൂടെ നോക്കിയതാണ് അല്ലേ. ഇംഗ്ലീഷ് ജസ്റ്റ് പറഞ്ഞു പോവാം. ഇന്നോവേറ്റീവ് എൻ്റർപ്രണേഴ്സ് അല്ലേ, ഇന്നോവേഷനൊക്കെ ബ്രിങ് ചെയ്യുന്ന ആൾക്കാരാണ് ഇന്നോവേറ്റീവ് എൻ്റർപ്രണേഴ്സ് എന്ന് പറയുക. ക്ലിയർ? ദെൻ അഡോപ്റ്റീവ് ഓർ ഇമിറ്റേറ്റീവ് എൻ്റർപ്രണേഴ്സ്, അവരെന്ത് ചെയ്യുന്നു, അവർ പുതുതായിട്ടൊന്നും ഇന്നോവേഷൻ കൊണ്ടുവരില്ല, പകരം എന്ത് ചെയ്യുന്നു, മറ്റുള്ള ആൾക്കാർ ആരെങ്കിലും ഇന്നോവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഇന്നോവേഷനെ അഡോപ്റ്റ് ചെയ്യുന്നു. ക്ലിയർ? അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നു, അതുപോലെ അനുകരിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇമിറ്റേറ്റീവ് എൻ്റർപ്രണേഴ്സ് അല്ലെങ്കിൽ അഡോപ്റ്റീവ്. Clear? Then Fabian entrepreneurs. Clear? So these are entrepreneurs who are tradition bounded and they would not they would be cautious in change. Clear? പുതിയ ടെക്നോളജിയോ അല്ലെങ്കിൽ പുതിയതിലേക്കോ ഇന്നോവേഷനൊക്കെ ചെയ്യുന്നത് വളരെ കോഷ്യസ് ആണ്. ക്ലിയർ? അത്തരത്തിലുള്ള ആൾക്കാരാണ് ഫാബിയൻ. ക്ലിയർ? ദേ ആർ നോർമലി ഷൈ ആൻഡ് ലേസി. ക്ലിയർ? ടുവേർഡ്സ് ഇന്നോവേഷൻ. ക്ലിയർ? ചേഞ്ചസ് കൊണ്ടുവരുന്നതിൽ ഇന്നോവേഷൻ കൊണ്ടുവരുന്നതിലൊക്കെ അവർ ഷൈ ആൻഡ് ലേസി ആയിട്ട് മാറുന്നു. ക്ലിയർ? അപ്പോൾ അത്തരത്തിലുള്ള entrepreneurs ഫാബിയൻ. സോ ദേ ആർ നോട്ട് മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ റിസ്ക് ഏറ്റെടുക്കാൻ വലുതായിട്ട് ആഗ്രഹിക്കില്ല. സോ ദേ ട്രൈ ടു ഫോളോ ഫുഡ് സ്റ്റെപ്പ് ഓഫ് ദെയർ പ്രീഡിസസർ. ക്ലിയർ? സോ ടു ഫോളോ ദി ഓൾഡ് കസ്റ്റം, ട്രഡീഷൻ, സംടൈംസ്. ക്ലിയർ? എക്സെട്ര. അവർ പഴയ രീതിയിൽ തന്നെ ഫോളോ ചെയ്തതാണ്. സോ ദേ ടേക്ക് അപ്പ് ന്യൂ പ്രോജക്ട്സ് ഓൺലി വെൻ ഇറ്റ് ഈസ് നെസസറി ടു ഡു. അല്ലേ, ബിസിനസ് തകരും അല്ലെങ്കിൽ പുതിയതായിട്ടാണ് തുടങ്ങിയിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം വരുമ്പോൾ മാത്രം എന്തെങ്കിലും പുതിയ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ക്ലിയർ? അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയാണെന്ന് പറയുന്നത് ഫാബിയൻ. ക്ലിയർ? കോഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെന്നത്. ഓക്കെ, റിവല്യൂഷണറി മീൻസിലൊന്നും അല്ലാതെ ഒരു നാച്ചുറൽ പ്രോഗ്രസ്സിലൂടെ അല്ലേ, അല്ലെങ്കിൽ ഇവല്യൂഷണറി മെല്ലെ മെല്ലെ അല്ലേ നടക്കുന്ന പോലെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഫാബിയൻ. ക്ലിയർ? Drone entrepreneurs. What is drone entrepreneur? Drone entrepreneurs are those who refuse to adopt new opportunities, clear, or technology or innovation. Clear? പുതിയ ഓപ്പർച്യൂണിറ്റി ഒന്നും അഡോപ്റ്റ് ചെയ്യാൻ റെഫ്യൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ് എന്താ പറയുന്നത്, ഡ്രോൺ എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? To make changes in production. They would not change the method of production already introduced. Clear? അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അവർക്ക് ലോങ് സ്റ്റാൻഡിങ് ഉണ്ടാവില്ല. ട്രഡീഷണൽ മെത്തേഡ്സിലൂടെയാണ് അവർ ചെയ്യുക. ക്ലിയർ? സോ ദേ ഈവൻ സഫർ ലോസസ്. പക്ഷെ എന്ത് ചെയ്യും, അവർ പഴയ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ദേ ആർ കൺവെൻഷണൽ ബിക്കോസ് ദേ സ്റ്റിക്ക് ടു ദി കൺവെൻഷണൽ മെത്തേഡ്സ് ആൻഡ് പ്രോഡക്ട്സ്. ക്ലിയർ? അതുപോലെ തന്നെ കൺവെൻഷണൽ ഐഡിയ അതിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് അവർ. ദേ റിഫ്യൂസ് ടു ചേഞ്ച് ടു ന്യൂ വൺ. ഓക്കെ, ദേ ആർ നോട്ട് പ്രിപ്പയർഡ് ടു ടേക്ക് റിസ്ക്. അവർ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. ക്ലിയർ? സോ ദേ ആർ ലഗാർഡ്സ്. അവരെന്തുകൂടെ അറിയപ്പെടുന്നു, LAGGARDS, ലഗാർഡ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ക്ലിയർ? മടിയന്മാർ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നു. ക്ലിയർ? സോ ദേ ആർ കോൾഡ് ലഗാർഡ്സ് ബിക്കോസ് ദേ കണ്ടിന്യൂ ടു ഓപ്പറേറ്റ് ഇൻ എ ട്രഡീഷണൽ വേ ആൻഡ് റെസിസ്റ്റ് ചേഞ്ച്. ക്ലിയർ? അതുകൊണ്ട് അവരെ മടിയന്മാർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നു. ക്ലിയർ? സോ പേഴ്സൺസ് ഹൂ makes a slow progress and falls behind others, അവരെയാണ് നമ്മൾ എന്ത് പറയുക, ലഗാർഡ്സ് എന്ന് പറയുക. ക്ലിയർ? സോ ദേ ആർ ഓൾസോ കോൾഡ് ആസ് ലഗാർഡ്സ്. ഇനി കൊമേഴ്ഷ്യൽ എൻ്റർപ്രണർ. ആരാ കൊമേഴ്ഷ്യൽ എൻ്റർപ്രണർ? കൊമേഴ്ഷ്യൽ എൻ്റർപ്രണേഴ്സ് ആർ ദോസ് എൻ്റർപ്രണേഴ്സ് ഹു സ്റ്റാർട്ട് ബിസിനസ് എൻ്റർപ്രൈസസ് ഓഫ് ദെയർ ഓൺ പേഴ്സണൽ ഗെയിൻ. കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി, പേഴ്സണൽ ഗെയിൻസിന് വേണ്ടി, പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ലക്ഷ്യത്തോടുകൂടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരെ കൊമേഴ്ഷ്യൽ എൻ്റർപ്രണർ എന്ന് പറയുന്നു. അല്ലേ? പക്ഷേ ഒരു സോഷ്യൽ ബെനിഫിറ്റിന് വേണ്ടിയോ സോഷ്യലായിട്ടുള്ള വാല്യൂ അഡീഷന് വേണ്ടിയിട്ടോ സോഷ്യൽ വാല്യൂ ക്രിയേഷന് വേണ്ടിയിട്ടോ, ക്ലിയർ, പേഴ്സണൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ, ക്ലിയർ, സോഷ്യൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട്,
ക്ലിയർ. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു സംരംഭം ഏറ്റെടുക്കുകയാണെങ്കിൽ, ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, അത്തരത്തിലുള്ള ആൾക്കാർ നമ്മൾ എന്ത് പറയുന്നു? സോഷ്യൽ പ്രീനേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ എൻ്റർപ്രണേഴ്സ് എന്ന് പറയും. ക്ലിയർ. അപ്പോൾ ആരാണ് സോഷ്യൽ എൻ്റർപ്രണേഴ്സ്? ഈസ് വൺ, it is an approach by, clear, so it is an approach by startup communities and entrepreneurs in which they develop, found and implement solution to social, cultural and environmental issue. Clear. Environmental issue, social issue, cultural issue, അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി അതിനുള്ള സൊല്യൂഷനൊക്കെ ആയിട്ടൊരു ബിസിനസ് തുടങ്ങുക, ഒരു സംരംഭം തുടങ്ങുക. ക്ലിയർ. അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ സോഷ്യൽ എൻ്റർപ്രണേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ പ്രീനേഴ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ക്ലിയർ. കോപ്രീനേഴ്സ് വേറൊരു ടേമാണ്. ക്ലിയർ. എന്താ കോപ്രീനേഴ്സ്? ഒരു ഹസ്ബൻഡും വൈഫും അല്ലേ ടുഗദറായിട്ട് അവരെന്ത് ചെയ്യണോ ബിസിനസ് വെഞ്ചറിലേക്ക് വരികയാണെങ്കിൽ, ക്ലിയർ, മാനേജ് ആൻഡ് റൺ, സ്റ്റാർട്ട് ആൻഡ് മാനേജ് ആൻഡ് റൺ ബിസിനസ് ആണെങ്കിൽ അവരെന്ത് പറയും? കോപ്രീനേഴ്സ് എന്ന് പറയും. ക്ലിയർ. സോ കോപ്രീനേഴ്സ് ആർ എൻ്റർപ്രണർ കപ്പിൾസ് who work together as a co-owners of their business. അല്ലേ, ഒരു ബിസിനസ് ഇൻഡിവിജ്വൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം co-owners ആയിട്ട് ഒരു കപ്പിൾസ് വരുന്ന സമയത്ത് അവരെന്ത് പറയും? കോപ്രീനേഴ്സ് എന്ന് പറയും. അതുപോലെ തന്നെ വരുന്ന വേറൊരു കോൺസെപ്റ്റാണ് ഇൻട്രാപ്രീനേഴ്സ്. അല്ലേ, ഇതിനെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മൾ പഠിച്ചാണ്, ഇതിൻ്റെ ഡിസ്റ്റിങ്ഷൻ ഡിഫറൻസ് ഒക്കെ നോക്കിയതാണ്. ക്ലിയർ. സോ എന്താ ഇൻട്രാപ്രണർ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിനുള്ളിൽ തന്നെ, അല്ലേ, വലിയൊരു ഓർഗനൈസേഷനുള്ളിൽ കുറേയധികം വർക്കുകളും ടാസ്കുകളും ഒക്കെ ഉണ്ടാവും. അല്ലേ, അത്തരത്തിലുള്ള ടാസ്കുകൾ പെർഫോം ചെയ്യാൻ വേണ്ടി വളരെയധികം എംപ്ലോയീസ് ഉണ്ടാവും, മാനേജേഴ്സ് ഉണ്ടാവും, പ്രൊഫഷണൽസ് ഉണ്ടാവും. ക്ലിയർ. ഇവരൊക്കെ എംപ്ലോയീസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതിൽ ഇൻഡിപെൻഡൻറ്റ് മൈൻഡ് സെറ്റുള്ള, ക്രിയേറ്റിവിറ്റി ഉള്ള, ഇന്നോവേറ്റീവ് മൈൻഡുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. അല്ലേ, അവർക്ക് ഒരു ഐഡിയ, സ്വന്തമായിട്ടൊരു ഐഡിയ തോന്നും, നിലവിലുള്ള ഐഡിയനേക്കാളും വ്യത്യസ്തമായിട്ടൊരു ഐഡിയ തോന്നും. ക്ലിയർ. അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ ബിസിനസ്സോ ഓപ്പറേഷനോ അവരുടെ ഫീൽഡ് ഓഫ് ബിസിനസ്സോ ഒക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവർ പുതിയ രീതിയിൽ, ക്ലിയർ, നിലവിലുള്ള എസ്റ്റാബ്ലിഷ്ഡ് വേയിൽ നിന്ന് മാറി പുതിയ രീതിയിൽ അത് ചെയ്തു നോക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. ദേ വിൽ ട്രൈ ടു എക്സ്പെരിമെൻറ്റ് ദെയർ ന്യൂ ഐഡിയാസ് ആൻഡ് വെഞ്ചർ. ക്ലിയർ. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്താ പറയുക? ഇൻട്രാ മീൻസ് വിത്തിൻ ദ ഫേം, ഒരു ഓർഗനൈസേഷനുള്ളിൽ തന്നെ വരുന്ന എൻ്റർപ്രണേഴ്സ് ആയതുകൊണ്ട്, എൻ്റർപ്രണേഴ്സ് വിത്തിൻ ദ ഫേം ആയതുകൊണ്ട് അതിന് എന്ത് പറയുന്നു? ഇൻട്രാപ്രണേഴ്സ് എന്ന് പറയും. ക്ലിയർ. INTRA. അത്തരത്തിൽ എൻ്റർപ്രണേഴ്സ് ചിലപ്പോൾ എന്ത് ചെയ്യും? ബിസിനസ്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും ആസ് എംപ്ലോയീസ്. ക്ലിയർ. അവർക്ക് മാനേജ്മെൻറ്റ് സപ്പോർട്ട് കൂടി എന്ത് ചെയ്യുക? അവരുടേതായിട്ടുള്ള ഐഡിയാസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പ്രോഡക്റ്റ് പ്രോസസ്സൊക്കെ ആക്കി മാറ്റി അതിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ. ചിലപ്പോൾ അത് പെർമിറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അതിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ബിസിനസ് ഓണറോ ചിലപ്പോൾ അംഗീകരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? അവർക്ക് ഡിസാറ്റിസ്ഫൈഡ് ആകും. അപ്പോൾ അവർ ജോബ് ക്വിറ്റ് ചെയ്തിട്ട് അത് വിട്ടിട്ട് അവരെന്ത് ചെയ്യും? ദേ വിൽ സ്റ്റാർട്ട് ദെയർ ഓൺ വെഞ്ചർ ഔട്ട്സൈഡ്. ക്ലിയർ. ആ ബിസിനസ്സിന് പുറത്ത് വേറൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യും. ക്ലിയർ. അങ്ങനെ ചെയ്യുന്ന ഓർഗനൈസേഷൻ ഉണ്ട്. ചില കേസസിൽ എന്ത് ചെയ്യും? ഇൻട്രാപ്രണേഴ്സ് അവർക്കൊരു ഐഡിയ ഒക്കെ ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യും? ഈ ബിസിനസ് അവരുടെ നിലവിലുള്ള ജോലി രാജിവെച്ചിട്ട് വെളിയിൽ പോയി ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ഈ ബിസിനസ്സിന് വേണ്ടിയുള്ള കമ്പോണൻസ് ഒക്കെ നിർമ്മിച്ചവർക്ക് തന്നെ കൊടുക്കും. ക്ലിയർ. ഇങ്ങനെയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഇവരെയൊക്കെ എന്ത് പറയുന്നു? ഇൻട്രാപ്രണേഴ്സ് എന്ന് പറയും. ക്ലിയർ. സോ ഈ ഇൻട്രാപ്രണേഴ്സ് എന്നുള്ള ഒരു ടേം, ക്ലിയർ, അത് കൊണ്ടുവരുന്ന ആരാണ്? അമേരിക്കൻ മാനേജ്മെൻറ്റ് എക്സ്പേർട്ട് ഗിഫോർഡ് പിൻകോട്ട്. ക്ലിയർ. അദ്ദേഹമാണ് എന്ത് ചെയ്തത്? ഇൻട്രാപ്രണർഷിപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കോയിൻ ചെയ്യുന്നത്. ക്ലിയർ. സോ ഹി ഡിഫൈൻ ഇൻട്രാപ്രണേഴ്സ് ആസ് person who resigned from their well-paid executive job, clear, in business organization, clear, and start their own ventures. സ്വന്തമായിട്ടുള്ള ബിസിനസ് തുടങ്ങാൻ വേണ്ടി വെൽ പെയ്ഡ് എക്സിക്യൂട്ടീവ് ജോബൊക്കെ ഒഴിവാക്കി സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ അല്ലാത്ത ആൾക്കാരെയും നമുക്ക് എൻ്റർപ്രണേഴ്സ് എന്ന് പറയാം. ഒരു ബിസിനസ്സിനുള്ളിൽ തന്നെ, ക്ലിയർ, സ്വന്തമായിട്ടുള്ള ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട്, ക്ലിയർ, ഒരു ഓട്ടോണമസ് ആയിട്ട്, ക്ലിയർ, പ്രവർത്തിക്കുന്ന ആൾക്കാരെ അവരെന്ത് പറയാം? എൻ്റർപ്രണർ. ഇപ്പോഴത്തെ കാലത്തൊക്കെ, ക്ലിയർ, പ്രത്യേകിച്ച് IT ഫീൽഡിലെല്ലാം, IT ബയോടെക്നോളജി ഫീൽഡിലെല്ലാം മാനേജേഴ്സും ഓണേഴ്സും അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റൊക്കെ എന്ത് ചെയ്യുന്നു? അവരുടെ ജൂനിയർ ലെവൽ മാനേജേഴ്സിന് ഇങ്ങനെയുള്ള ഫ്രീഡം കൊടുക്കും. അവരവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ അവർക്ക് എന്തെങ്കിലും ഇന്നോവേറ്റീവ് ഐഡിയ ഉണ്ടെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉള്ള ഓട്ടോണമിയും ഫ്രീഡം കൊടുക്കും. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട്, അല്ലേ, ഒരു എൻ്റർപ്രണറെ പോലെ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ അത്രത്തോളം റിസ്ക് അവർക്ക് ഉണ്ടാവില്ല, അത്രത്തോളം അവർ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ അതിനുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം ഒക്കെ അവർക്ക് ലഭിക്കുന്നു. അത്തരത്തിലുള്ള ആൾക്കാരെയും നമ്മൾ എന്ത് പറയാണ്ട്? ഇൻട്രാപ്രണേഴ്സ് എന്ന് പറയുന്നു. So entrepreneurs are entrepreneurs within the already established organization. Clear? So internal entrepreneurs എന്ന് പറയാം, അല്ലെങ്കിൽ entrepreneurial managers എന്നും പറയാം. Clear? They are otherwise called as
internal entrepreneurs or entrepreneurial managers. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സോ എൻ്റർപ്രണേഴ്സിൻ്റെ പ്രത്യേകത എന്താ? They believe strongly of their own talents. They have a vision and courage to realize it. They have ability and plan to plan necessary steps for actualization of their idea. They have high need for achievement. They introduce new products, ideas and services. They are so dedicated for their work that they shut down their concerns, including other concerns including their family life. അപ്പോൾ അത്തരത്തിൽ വളരെയധികം കമ്മിറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് എൻ്റർപ്രണർ. പക്ഷേ എന്നാലും ഇവർ തമ്മിലുള്ള വ്യത്യാസം, എൻ്റർപ്രണറും തമ്മിലുള്ള വ്യത്യാസം, ആദ്യം എൻ്റർപ്രണറും പിന്നീട് എൻ്റർപ്രണറും നമുക്ക് നോക്കാം. ക്ലിയർ? So what are the difference? Number one, എൻ്റർപ്രണർ ആരാ? ഹി ഈസ് ഇൻഡിപെൻഡൻറ്റ്. ക്ലിയർ? എൻ്റർപ്രണറോ അവിടെ ചിലപ്പോൾ ഓർഗനൈസേഷൻ തന്നെ പ്രവർത്തിക്കുന്ന സെമി ഇൻഡിപെൻഡൻ്റ് എന്നേ പറയാൻ പറ്റൂ. ക്ലിയർ? എൻ്റർപ്രണർ ആരാ? ഹി ടേക്സ് പ്രോഫിറ്റ് ഓഫ് ദി ബിസിനസ്. എൻ്റർപ്രണർക്ക് എന്താ കിട്ടുക? ഡസ് നോട്ട് ടേക്ക് പ്രോഫിറ്റ് ഓഫ് ദി ബിസിനസ്. പക്ഷേ ചില കേസസിൽ ഇപ്പോഴുള്ള മാനേജേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ടോപ്പ് ലെവൽ മാനേജേഴ്സ് നിങ്ങളുടെ എൻ്റർപ്രണേഴ്സിന് പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ഷെയർ ആയിട്ട് കൊടുക്കാറുണ്ട്. ക്ലിയർ? ഓക്കെ. അതർവൈസ് ദേ വിൽ ഗെറ്റ് സാലറി. ദെൻ ഹി ബിയേഴ്സ് റിസ്ക് ഓഫ് ഓൾ ദി ബിസിനസ്. ക്ലിയർ? ബിസിനസ്സിന് എല്ലാ റിസ്ക്കും ആര് തന്നെ ബെയറണം? എൻ്റർപ്രണർ തന്നെ ബിയർ ചെയ്യണം. ക്ലിയർ? എൻ്റർപ്രണർ എന്ത് ചെയ്യുന്നു? അയാൾ ഏത് ഏരിയയാണോ ചെയ്യുന്നത് ആ ഏരിയയുടെ റിസ്ക് മാത്രം ബിയർ ചെയ്യുന്നു. ക്ലിയർ? സോ ഹി ബിയേഴ്സ് risk of a particular segment. Clear? Entrepreneur bear risk of a particular segment for which he is entrusted. Okay. He is a real owner of a business. Entrepreneur. പക്ഷേ ഇയാൾ എന്തല്ല? He is not a real owner of a business, but he is work for their business. Clear? ബിസിനസ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണ്. He operates from the outside the organization. ഒരു എൻ്റർപ്രണർ എപ്പോഴും എന്ത് ചെയ്യുന്നു? ഔട്ട്സൈഡ് ബിസിനസ്സാണ് പ്രവർത്തിക്കുക അല്ലേ? എംപ്ലോയീസ് ഒക്കെ വർക്ക് ചെയ്യും, അയാൾ ഔട്ട്സൈഡ് ബിസിനസ് ഷെയർ ഹോൾഡേഴ്സുമായിട്ടും അല്ലെങ്കിൽ സപ്ലയേഴ്സുമായിട്ടും ബാങ്കേഴ്സുമായിട്ടൊക്കെ ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റർപ്രണേഴ്സ്. ക്ലിയർ? പക്ഷേ എൻ്റർപ്രണർ എന്ത് ചെയ്യുന്നു? ഹി ഓപ്പറേറ്റ്സ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനുള്ളിൽ തന്നെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. ക്ലിയർ? ഹി കൺവേർട്സ് എൻ ഐഡിയ ഓഫ് എൻ്റർപ്രണർ ഇൻ ടു എ വയബിൾ ഓപ്പർച്യൂണിറ്റി. ക്ലിയർ? ഒരു എൻ്റർപ്രണർ എന്ത് ചെയ്യും? നല്ലൊരു എൻ്റർപ്രണർ എന്ത് ചെയ്യാം? എൻ്റർപ്രണറുടെ ഐഡിയ നല്ലൊരു ഐഡിയ ആണെങ്കിൽ അതിനെന്ത് ചെയ്യും? നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റും. ക്ലിയർ? By giving him freedom and autonomy, clear, he will materialize those idea into a good opportunity and product and services. Clear? അപ്പോൾ എൻ്റർപ്രണർ എന്താ ചെയ്യുക? സോ ഹി അണ്ടർടേക്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ക്രിയേറ്റിംഗ് ഇന്നോവേറ്റീവ് ഐഡിയാസ് ആൻഡ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഫോർ ദി എൻ്റർപ്രണർ. ക്ലിയർ? ഒരു എൻ്റർപ്രൈസിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. ക്ലിയർ? അതുപോലെ തന്നെ എൻ്റർപ്രണർ ആരാ? ഒരു ഡെവലപ്മെൻറ്റ് റോളാണ് ചെയ്യുക. ക്ലിയർ? ഇവിടെ എൻ്റർപ്രണർ എന്ത് ചെയ്യുന്നു? റെസ്റ്ററേറ്റീവ് റോളായിരിക്കും ചെയ്യുക. ക്ലിയർ? ദെൻ മാർക്കറ്റ്സ്. ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു മേജർ ചാലഞ്ചാണ്. എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം കമ്പനി കൾച്ചർ, കമ്പനിയുടെ വാല്യൂ സിസ്റ്റം, അതൊക്കെയാണ് പ്രധാനപ്പെട്ട ചലഞ്ചായിട്ട് വരിക. ക്ലിയർ? കാരണം ഒരു കമ്പനിയുടെ പോളിസീസോ കൾച്ചറോ പെർമിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എൻ്റർപ്രണർഷിപ്പ് അവിടെ നടപ്പിലാക്കാൻ പറ്റില്ല. ക്ലിയർ? പക്ഷേ എൻ്റർപ്രണറോ അവരുടെ ചലഞ്ച് ചെയ്യുന്ന മാർക്കറ്റാണ്. മാർക്കറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ പറയാൻ പറ്റും. ക്ലിയർ? സോ ഡെവലപ്മെൻറ്റിൽ എന്ന് പറയാൻ കാരണം എന്താ? എൻ്റർപ്രണർ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ? ഒരു ബിസിനസ്സിനെ നിലനിർത്തി കൊണ്ടുപോകാൻ എൻ്റർപ്രണറിയൽ ആക്ടിവിറ്റി വേണം. ക്ലിയർ? അതുകൊണ്ട് റെസ്റ്ററേറ്റീവ് ആണ്. ക്ലിയർ? സോ ദർ ഈസ് another term called ultrapreneur. ക്ലിയർ? എന്താണ് അൾട്രാപ്രനർ എന്ന് പറഞ്ഞാൽ? അൾട്രാ മീൻസ് ബിയോണ്ട് എന്നാണ് അർത്ഥം അല്ലേ? അപ്പോൾ എൻ്റർപ്രണർഷിപ്പിന് ബിയോണ്ട് ആയിട്ടുള്ള എന്നുള്ള അർത്ഥത്തിലാണ് അൾട്രാപ്രനർ. ക്ലിയർ? സോ an entrepreneur with a different mindsets about obtaining and operating a business organization who conceives new products and services, creates, tests, produces and markets very quickly and with greater speed. വളരെയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഒരേ സമയം തന്നെ ക്രിയേറ്റ് ചെയ്യുകയും മാനേജ് ചെയ്യുകയും റൺ ചെയ്യും പ്രോഡക്റ്റ് വിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പോകുന്ന അല്ലേ? ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ടോട്ടലിസ്റ്റിക് ആയിട്ടുള്ള വീല് പറയുന്നതാണ് അൾട്രാപ്രണർഷിപ്പ്. ക്ലിയർ? സോ ഇറ്റ്സ് എ ഹോളിസ്റ്റിക് അപ്രോച്ച് എൻകംപാസിങ് all aspects of one's life, including clear entrepreneurship, health, well-being, family, spirituality, morality, clear, then mentality. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരേ സമയത്ത് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന വെൽബീയിങ്ങിലായിട്ട് ടുഗദർ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരെ എന്താ പറയുക? അൾട്രാപ്രണർ അല്ലേ? ബിയോണ്ട് എൻ്റർപ്രണർഷിപ്പ്. എൻ്റർപ്രണർ എന്ന് പറഞ്ഞിട്ട് ബിസിനസ് കാര്യം മാത്രം നോക്കി നടത്തിയിട്ട് അത് മാത്രം ചെയ്യുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു?
ബിസിനസ് നോക്കി നടത്തുന്നു, അതോടൊപ്പം ഫാമിലി മാറ്റേഴ്സും ശ്രദ്ധിക്കുന്നു, സ്പിരിച്വാലിറ്റിക്കും പ്രാധാന്യം നൽകി കൊണ്ടുപോകുന്നു. ക്ലിയർ. സ്വന്തം ഹെൽത്തും വെൽബീയും കൂടെ നോക്കുന്നു. ക്ലിയർ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന അല്ലേ വ്യക്തിയാണ് നമ്മൾ. സംതിങ് ബിയോണ്ട് എന്നുള്ള രീതിയിൽ അൾട്രാപ്രന്യൂർ എന്ന് പറയും. ക്ലിയർ. സോ ഇറ്റ്സ് എ ഹോളിസ്റ്റിക് അപ്രോച്ച്, ഇറ്റ്സ് എ ഹോളിസ്റ്റിക് കൺസെപ്റ്റ്. ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ടോട്ടലിസ്റ്റിക്. ക്ലിയർ. ഒരു ബ്രോഡ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. ക്ലിയർ. സോ ഇറ്റ്സ് ഹോളിസ്റ്റിക് അപ്രോച്ച് കംപ്രൈസിങ് ഓഫ് all aspects of one's own life. Clear. So they are called ultrapreneuring or ultrapreneurship. Clear. അവർ ചെയ്യുന്ന പ്രവൃത്തിയെ അൾട്രാപ്രനോറിങ് അല്ലെങ്കിൽ അൾട്രാപ്രനോർഷിപ്പ് എന്ന് പറയും. അങ്ങനെയുള്ള വ്യക്തികളെ അൾട്രാപ്രനോർ എന്ന് പറയും. ക്ലിയർ. സോ ഇറ്റ് റിക്വയർ അസംബ്ലിങ് എ സൂപ്പർ കോമ്പറ്റന്റ് മാനേജ്മെന്റ് ടീം who then develop, produce and markets products, clear, or services in the shortest optimum period of time. ഒരു ബിസിനസ് എൻ്റർപ്രൈസസ് തന്നെ എന്ത് ചെയ്യും, ഒരു നല്ലൊരു ടീമിനൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇത്തരത്തിൽ ക്ലിയർ വളരെ ഫാസ്റ്റസ്റ്റ് ആയിട്ട് ക്ലിയർ സ്പീഡി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് മെറ്റീരിയലൈസ് ചെയ്യുന്ന ആൾക്കാർ അവർ അൾട്രാപ്രനോർ എന്ന് പറയും. ക്ലിയർ. അൾട്രാപ്രനോർ ഈസ് someone who has many profit generating pursuit, clear, at once. അങ്ങനെയും പറയാം. ക്ലിയർ. ഒരേ സമയം തന്നെ ഒന്നിലധികം വരുന്ന പ്രോഫിറ്റ് ജനറേറ്റിംഗ് പെർസ്യൂട്ട്സ് അല്ലെങ്കിൽ എൻറ്റിറ്റീസ് ഉണ്ടെങ്കിൽ ക്ലിയർ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയും, അൾട്രാപ്രനോർഷിപ്പ് എന്ന് പറയാറുണ്ട്. So next we can discuss about the functions of entrepreneur.